हरे कृष्णा सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാഭവന പുരേശൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. Da. जय माता जी, इनकी पर्सनल मैसेज दे दो व्हाट्सएप में. दिव्या दिव्या വിളക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ നെറ്റ് കണക്ട് ചെയ്ത് കറങ്ങിയതാ. ആ തിരി നീട്ടി വെക്കും. സ്കൂളിതാ അവിടെ എള്ളുതിരി ഉണ്ട് കേട്ടോ. എള്ളുതിരി ഉണ്ട്. ആ എള്ളുതിരി ചിരാതില് എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കണം എന്ന് ശനിയാഴ്ചയാണ് ശാസ്ത്രം. എള്ളെണ്ണയുണ്ട്, എള്ളെണ്ണ അതല്ല, ഇത് വിളക്കിലൊഴിക്കുന്ന തന്നെ. എല്ലാവരും വന്നില്ലല്ലോ. എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കും. 3 ഇതെടുത്തോ, ചിരാത് സൈഡിലുണ്ട്. ബിന്ദുമേനോട് പറഞ്ഞാൽ എടുത്തരും. എല്ലാവരും എത്തിയില്ലല്ലോ നമ്മുടെ ക്ലാസ്സിലേക്ക്.
എത്ര പേര് വന്നു? എത്ര പേരെത്തി? വെള്ളം മാറ്റി, ആ കിണ്ടിയിലെയും ആ സിൽവർ ഇതിലെയും വെള്ളം മാറ്റി. മറ്റയിലേക്കൊന്നും തുളസി ഇട്ടിട്ടില്ല, ഗംഗാജലം ഒഴിച്ചിട്ടില്ല. ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ആ വലിയ പാത്രത്തിലേക്ക്. നല്ലൊരു കാറ്റ്. 32 പേരല്ലേ? ബാക്കി എല്ലാവരും ഇത് എവിടെ പോയി? ഇന്നലെ മുതലാ മാതാജി റീസ്റ്റാർട്ട് ചെയ്ത്? ഉറങ്ങി എന്നിട്ട് വരുന്നേ ഉള്ളൂ അല്ലേ പ്രസന്നാമേ? ഓരോരുത്തരും നമ്മൾ എത്ര ഇടയിൽ വന്നിട്ട് എന്താ ചൂട്. ശരി, നല്ല മഴ തുറങ്ങ, ചൂടെടുത്ത് രക്ഷയില്ല. 40 ഡിഗ്രിയുടെ പുറത്തെത്തി ഇല്ലേ? എന്നാ കുഴപ്പമില്ല. അപ്പൊ നാളെ വരികയുള്ളൂ. നമ്മൾ വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കണം എല്ലാരും. പ്രേമ മാതാജി ഗുഡ് മോർണിംഗ്. നേരത്തെ നൈറ്റ് ഗുഡ് മോർണിംഗ്. அப்படியா? கடவுளே, அப்ப இன்னைக்கு மறுபடியும் எடுத்துட்டு போனோம். நேற்று நைட்டு இங்கே லைட் போட்டிங்களா? 2:30 மணிக்கு நீ உங்க லைட் போட்டிங்களா? அம்மா சொல்லிடுச்சுங்க 2:30 மணிக்கு யாரும் லைட் போட்டேன்னு. கீழே வந்துட்டீங்களா? 40 டிகிரிக்கு எபோவ் ஆயிடுச்சு, தாங்கவே முடியல. இப்பதான் குளிச்சு வந்தோம், செமையா போட்டுது, குளிச்ச ஃபீல் இல்லை. சரி, காலையில் வரைக்கும் தூக்கமே இல்லை. എന്താ ചൂട്. തണുക്കുന്നവരൊക്കെ ചെന്നൈക്ക് വന്നുള്ളൂ. ഇനി പാട്ട് കേൾക്കണ്ട കേട്ടോ, ഇനി ഗീത കേട്ടാതെ. ബിന്ദമ്മ വേഗം കുളിച്ചിട്ട് അമ്മേനെയും കൂട്ടി അമ്പലത്തിൽ പോയിട്ട് വരൂ. ചെല്ലി, ഇനി ഇങ്ങനെ നടക്കണ്ട, സമയം 7:30 മണിയാവാറായി. ബിന്ദമ്മ, ഇതെന്താ അത്? തുടങ്ങാം. ആരൊക്കെയാണ് മഴ കാരണം തണുപ്പം പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നത്? ഉറങ്ങണവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് വന്നേത്. എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങും. ഇവിടെ മനുഷ്യന് കിടക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരുടെ എ സിയും പണി നിന്ന് ഇരിക്കുക. വരിയായിട്ട് എ സി വെച്ചിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിൽ. എല്ലാവരുടെ എ സിയും ഒരേ സമയം ബ്ലോക്കായി നിൽക്കണം. ഇവിടെ എ സി നന്നാക്കാൻ വേണ്ടി ഞങ്ങളോട് 3000 രൂപയാണ് ചോദിക്കുന്നത്. 12,000 രൂപ എ സി നന്നാക്കുന്നിടക്ക് 4 വീട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടും. വല്ല എ സി മെക്കാനിക്കും പഠിച്ചാൽ രക്ഷപ്പെട്ടു പോവാം. ഭയങ്കര ഡസ്റ്റ് അല്ലേ? എല്ലാ ഡസ്റ്റും കൂടെ എ സിൻ്റെ ഉള്ളിലൊക്കെ കയറി ചെന്നൈ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. 40ൻ്റെ മുകളിലേക്ക് എത്തി.
ആ ചാടിക്കാൻ പറയുന്നില്ല, ഞാൻ ലൈവായി പോയി. ഇതെന്താ 6 മണി 6:30 മണിയായിട്ട് ഇങ്ങനെ പോത്തുംകുട്ടി കിടന്നുറങ്ങുന്ന പോലെ പുതച്ചു മൂടി കിടന്നുറങ്ങാറുന്നാണോ വലിയ മനുഷ്യനിത്? ഇതെന്താ ഇപ്പൊ ഇത്? എണീറ്റോളുക, വേഗം എണീറ്റ് ഭഗവാന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം എന്താ ചെയ്യൂ. അല്ല പിന്നെ ഓ സുജാത മാതാജി നാളെ ഗുരുവായൂർ കൊണ്ട് ഇവിടെ ഉറങ്ങാമല്ല ഹരേഷ്ണച്ച. ഉറക്കം എന്ന് പറയുന്ന സംഭവം മറന്നുപോയിട്ട് കാലങ്ങളും ദിവസങ്ങളുമായി. ഷിബേഷ് നന്നാക്കി തരാന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ എന്താ പറയാ, പാദങ്ങൾ വെള്ളം ഒഴിച്ച് കഴുകി നമസ്കരിക്കും. അത്രയും ചൂട് കൊണ്ട് ഇങ്ങനെ 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 വെന്തുരുകി എല്ലാവരും എ സിയും ഡെഡായിട്ട് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല ഇവിടെ, അത്രയും ചൂട്. ചെടികൾ വരേക്കും ഞങ്ങളെ നോക്കി ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. 2 മണി 2:30 മണി വരേക്കും ടെറസിലായിരുന്നു. ഞാനല്ല, ആ ചേച്ചി, മെനയാന്ന് ഞാനായിരുന്നു. എന്ത് പറയാൻ, എല്ലാ കാലാവസ്ഥയുടെ പ്രതികൂല ഭാവങ്ങളെയും എന്താ പറയാ അങ്ങ് സ്വീകരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 2-2.5 മാസമായിട്ട് നമ്മൾ യൂട്യൂബിലൊന്നും ഇടാറുണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഗുഡ് മോർണിംഗ് പ്രീത മാതാജി. ഇപ്പോൾ കുളിക്കും. എന്തോന്നത് 6:30-7 മണിക്ക് കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ കുളിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേഗം പോയി കുളിക്കാൻ നോക്ക്. അവിടെ നല്ല ഇടിയും മഴയും. ചുമ്മാ രാവിലെ തന്നെ ശങ്കരനാരായണൻ അച്ഛൻ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഇട്ടിട്ട് എന്തോന്ന് ഇവിടെ ഇങ്ങനെ എന്താ പറയുക, സ്റ്റവിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരവസ്ഥ. അതിനനുസരിച്ച് വെള്ളവും ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. വെള്ളവും ഇല്ല, ചൂടും. അപ്പം അത് സംഭവം വേറെ ഒന്നുമല്ല. നമ്മുടെ മീഡിയ പാർട്ട്ണർ വിപിൻ കുറച്ച് വയ്യാതിരുന്നു. അവിടെ കുറച്ച് നാൾ മുമ്പേ അവൻ താമസിച്ചിരുന്ന വീട്ടിൽ മതിലെ ഈ ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വന്നതിന് കൊണ്ട് പുള്ളി അവിടെ തന്നെ സഫർ ചെയ്തു. പക്ഷേ അതിൻ്റെ ഡസ്റ്റൊക്കെ അടിച്ച് പാവം അതിന് ശ്വാസം മുട്ടലും ബ്രോങ്കൈറ്റീസും അതും ഇതൊക്കെയായി ഒരു 3 months റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ് ഒന്നും ഡൗൺലോഡ് ചെയ്തിടാത്തത്. ഇന്ന് മുതൽ ഇടും. ഓക്കെ, അപ്പം മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ 9342494941. ഇന്ന് അന്നദാനം ഉണ്ട്. പിന്നെ ബുധനും വ്യാഴവും നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിളിച്ച് സംസാരിക്കാം. നമുക്ക് മറ്റേതാകുമ്പോൾ എന്താ അറിയോ, നിങ്ങൾക്കും എന്നെ വിളിച്ചാൽ കിട്ടില്ല, എനിക്കും സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ബുധനും വ്യാഴയും രാവിലെ 10 മുതൽ വിളിച്ചോളും. കൊട്ടിയൂർ പോയി, പഴനിയിൽ പോയി, എല്ലാവരും എല്ലായിടത്തേക്കും യാത്ര പോണു. നമ്മളിങ്ങനെ ചൂടും സഹിച്ചിരിക്കുന്നു. ഒന്നും പ്രശ്നമില്ല. എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുക അല്ലേ. പിന്നെ ക്ലാസ്സുകൾ ഷെയറിങ് വളരെ കുറവാണ്. മാക്സിമം ഷെയർ ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യണം. എനിക്ക് അത്രേ പറയാനറിയൂ. ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മൾക്കൊരു ആശ്രയവും നമുക്കൊരു അഭിമാനവും ഒക്കെയാണ്. മറ്റൊന്നും മഞ്ജരീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു 4 പേരടങ്ങുന്ന വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഗുഡ് മോർണിംഗ് അപ്പ 4 പേരടങ്ങുന്ന വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരുപാട് പ്രയാസം ഉണ്ടാവും. അപ്പം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അതിലേറെ പ്രയാസമാണ്. നമ്മൾ ഹരേഷ്ണമ്മ അപ്പം നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ റൺ ചെയ്യുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്. മഞ്ജരീസിൽ ഒരുപാട് നിർധനരായിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ദിവ്യാമാതാജിയുടെ മക്കളടക്കം, അപ്പം ആ കുട്ടികൾക്കടക്കം എന്താ പറയുക, നോട്ട്ബുക്സ്, കാര്യങ്ങൾ, ബാഗ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സസ്, ഇങ്ങനെ പലതും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ജരീസിൻ്റെ വർക്കും നോക്കുക. ഒരു സ്ഥാപനത്തിൽ ജോലിക്കും പോവാന്ന് പറയുന്നത് ഇപ്പോൾ ദിവ്യാമാതാജിയെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. കാരണം പല പല ആവശ്യങ്ങൾക്കായിട്ട് യാത്രകൾ ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, യാത്രകൾ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, പിന്നെ പോസ്റ്ററുകൾ റെഡിയാക്കുക, കുട്ടികളുടെ ക്ലാസ്സുകൾ എടുക്കുക, ഇങ്ങനെ പല ആവശ്യങ്ങളുള്ളതുകൊണ്ടാണ് ദിവ്യാമാതാജി ജോലിക്ക് പോകാത്തത്. അവർ ഓൺലൈനിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പാട്ട് ക്ലാസ്. അത് വേണ്ടത്ര കുട്ടികളില്ല, 4-5 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഒരാളിൽ നിന്ന് 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അമ്മയുടെ
ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും, അമ്മയ്ക്ക് ലിവർ കംപ്ലൈൻ്റ് ആണല്ലോ, ട്രീറ്റ്മെൻറ്റും കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം കൂടെ നടക്കില്ല. പിന്നെ അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷം പഴക്കമുള്ള വീടാണ്. അവിടെ ഭഗവതി ആരാധനയും അങ്ങനെ പല പല സംഭവങ്ങളുണ്ടായിരുന്നു ആ വീട്ടിൽ. 1000 വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് ജനറേഷൻ ഉണ്ടായിരുന്ന വീടാണ്. അപ്പം അത് പെട്ടെന്നൊന്നും പൊളിച്ചു മാറ്റി അവിടെ ഒരു പുതിയ വീട് കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതിൻ്റേതായ പല ആവാഹനങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അവർ നോക്കിച്ചപ്പം. അപ്പം അതിനെല്ലാം കൂടെ ഒരു ഫണ്ട് എടുത്തിട്ട് ചെയ്യാമെന്ന് പറയുന്നതും പ്രായോഗികമായിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള പല പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഇവരെ പോലെയുള്ള കുറച്ച് മക്കൾ നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു 500 1000 ഒക്കെ ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ബുക്സുകൾ, അതുപോലെ ബാഗ്, അങ്ങനെ പലതും കൊടുക്കാം. ഇപ്പം നമ്മുടെ ബേബി മാതാജി, അവരുടെ അവസ്ഥ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. മകളെ കെട്ടിച്ച് വിട്ടെടുത്ത് ഒരു മനസ്സമാധാനവും ആ കുട്ടിക്കില്ല എന്നുള്ളതാണ്. ആ മോളാണെങ്കിൽ രോഗിയുമാണ്. അവരുടെ ഹസ്ബൻഡാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര വെള്ളമാണ്, ഒരു രക്ഷയില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകളാണ് ആ പാവം പിടിച്ച സ്ത്രീക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിൽ വരെ തുപ്പിയിടുന്ന അവസ്ഥ. ഇത് ഞാൻ ഇത്രയും ഓപ്പൺലി ലൈവിൽ വന്നിരുന്ന് പറയാൻ പാടില്ല, പക്ഷെ എന്നാലും ഞാൻ ആ സാഹചര്യം നിങ്ങളോട് പറയണം. അങ്ങനെ എടുത്തു പറയാൻ പറ്റാത്തതും പറ്റുന്നതുമായ നിരവധി കുടുംബകഥകളാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. അപ്പോൾ അവരുടെ മക്കളും പഠിക്കുന്ന ആ കുട്ടിയെ ജോലിക്ക് പോകാനും അവരുടെ ഹസ്ബൻഡ് സമ്മതിക്കില്ല. എന്തോരം സഫർ ചെയ്യുന്നവർ. ഗുഡ് മോർണിംഗ് വിജയ്, ദീപെന്താ സൊന്നെ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ട്, മഞ്ജരീസ് കുടുംബത്തിലുണ്ട്. മഞ്ജരീസ് കുടുംബം എന്ന് പറഞ്ഞാൽ വെറും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ല. ആ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഓരോരുത്തരുടെ സങ്കടങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന എന്താ പറയുക സഹായങ്ങൾ ചേർത്ത് പിടിച്ചിങ്ങനെ നമ്മൾ ഒപ്പിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. അച്ഛനില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അമ്മയില്ലാത്ത കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും ഇല്ലാതെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നിരവധി ഒരുപാട് മക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ സ്കൂൾ റീ ഓപ്പണിംഗ് ടൈമാണ്. അവർക്കൊക്കെ ഇനി എന്തായാലും ഒരു 1 വീക്ക് 2 വീക്ക് ആവും പുസ്തകങ്ങളൊക്കെ വാങ്ങി ക്ലാസ്സുകളൊക്കെ തുടങ്ങാനും. പഴയ യൂണിഫോം തന്നെ ഇട്ടിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എനിക്കത് അവർക്ക് വേണ്ട സ്കൂൾ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ലൈവ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എന്താ പറയുക, ആ കുട്ടികളൊക്കെ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ആരൊക്കെയാണ് എന്നുള്ളത് അനു മാതാജിയുടെ മക്കൾ, ഇങ്ങനെ ഒരുപാട് ഒത്തിരി അവരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിരിക്കുന്ന ഈ സീറ്റിലിരുന്നാൽ ഒരു ദിവസമേ ഇരിക്കും, രണ്ടാമത്തെ ദിവസം ഇരിക്കില്ല. തൊണ്ടയിടറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്ന കോൾസ് എനിക്ക് എത്രയുണ്ടെന്ന് അറിയാം. മാതാജി സഹിക്കാൻ പറ്റുന്നില്ല, ഈ ക്ലാസ്സും മാതാജിയും കിച്ചൂട്ടനൊക്കെയാണ് ഞങ്ങൾക്കൊരാശ്വാസം. പറയുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല അവർക്ക്, പക്ഷെ അവരങ്ങ് ആശ്വസിക്കുകയാണ്, സമാധാനിക്കുകയാണ്. അത് കേൾക്കുമ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പോലും മറന്നു പോവാണ്. ഈവൻ എൻ്റെ അച്ഛൻ പോലും ചോദിക്കാറുണ്ട്, ഇന്നൊരു ദിവസം വിളിച്ചില്ല. അല്ലെ മോൻ ചോദിക്കും, മമ്മി 2 ദിവസമായി വിളിച്ചിട്ട്. ഞാൻ പറഞ്ഞാൽ കുറച്ച് ബിസി ആയിപ്പോയി. പക്ഷെ അവരത് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. മോനൊന്നും പറയില്ല, കുഴപ്പമില്ല മമ്മി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൻ്റെ +2 എക്സാം കഴിഞ്ഞു, 10th എക്സാം കഴിഞ്ഞു, സാറില്ല അതൊന്നും പ്രശ്നമില്ല, എനിക്ക് മനസ്സിലാവും എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ്. കാരണം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്ന ആ ഒരു കുടുംബം നമ്മൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. നാട്ടിലേക്ക് പോലും വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷെ അവരുടെയൊക്കെ കണ്ണീരിന് മുമ്പിൽ എന്ത് ചെയ്യുമെന്നറിയാത്ത നിരവധി കുടുംബങ്ങളുടെ കണ്ണീരിന് മുമ്പിൽ മഞ്ജരീസ് ഒരു ആശ്വാസമാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സമാധാനം നമുക്കില്ല. അവർക്ക് പഠിക്കാനുള്ള, നല്ല വസ്ത്രം ധരിക്കാനുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ പറയുക ഒരു നല്ല ലഞ്ച് കൊണ്ടുപോകാനുള്ള ഒരു ബോക്സ്, അങ്ങനെ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമോ അത് നമ്മൾ കൃത്യമായിട്ട്, കാരണം പണം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ കൈകളിൽ നിന്ന് ആ പണം സ്പോയിലായിപ്പോവും. ഞാനൊന്നും ഉണ്ടായിട്ട് പറയില്ല, കാരണം പാരൻസിൻ്റെ ഒരു സിറ്റുവേഷൻ അതാണ്. നമ്മളിപ്പോൾ 10 ബുക്ക് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് പൈസ കൊടുത്താൽ ആ 10 ബുക്കിന് പകരം ചിലപ്പോൾ അവർ 2 ദിവസത്തേക്കുള്ള അരി ആയിരിക്കും മേടിച്ച് വെക്കുന്നത്. അപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി മാറണം. അതുകൊണ്ടാണ് ഞാൻ പണം അയച്ചു കൊടുക്കാത്തത്. എന്നാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്സ് ആണെങ്കിൽ ആ ബുക്സ് നമുക്ക് കൃത്യമായി ഇവിടുന്ന് ബൈ പോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ആ ബുക്സുകൾ അവർക്ക് കിട്ടും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, യൂണിഫോംസ് എന്തെങ്കിലും ആണെങ്കിൽ നേരെ സ്കൂളിലെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ആ കുട്ടികൾക്ക് ആ കുട്ടികളുടെ പേരും ക്ലാസ്സും പറഞ്ഞ് നമുക്ക് GPay ചെയ്ത് കൊടുക്കാൻ പറ്റും. മിക്ക സ്കൂളുകളിലും യൂണിഫോംസ് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക്.
അപ്പോൾ എത്രയാണെന്ന് വെച്ചിട്ട് GPay ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൈലർ കടയിൽ കൊടുത്തോളൂ, ടൈലറിൻ്റെ നമ്പർ തന്നാൽ മതി എന്ന് അതും നമുക്ക് GPay ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പാരൻസിൻ്റെ കയ്യിലോ മറ്റുള്ളവരുടെ കയ്യിലോ നമ്മൾ പണമായിട്ട് കൊടുത്താൽ അത് കുട്ടികൾക്ക് ഉപയോഗത്തിന് കിട്ടില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവസ്ഥ അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആദ്യത്തെയും രണ്ടാമത്തെയും ആഴ്ചയിലൂടെ കുട്ടികൾക്ക് വേണ്ട ബുക്സ് സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാൻ പൈസ ഇല്ലാതിരിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരിക്കലും ഒരു ചോദ്യചിഹ്നമായി മാറരുത്, അത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് മഞ്ജരീസ് കുടുംബം ഒരുമിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാക്സിമം നമുക്ക് നോക്കാം അല്ലേ, നമ്മളെ കൊണ്ടാവുന്നത് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അവർ പഠിക്കട്ടെ, അത്രയും ഞാൻ പറയും. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ ഭഗവത്ഗീത യഥാരൂപം ശ്രീല പ്രഭുപാജിയുടെ ക്ലാസ്സിൽ അധ്യായം 5 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം എന്നാണ്. കർമ്മയോഗത്തിന് മറ്റൊരു പേരും കൂടി കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്താണ് കൃഷ്ണാവബോധം എന്ന് നമ്മൾ പഠിച്ചു. ഇനി കൃഷ്ണാവബോധത്തിലൂടെ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. വെറുതെ വാഗൊണ്ട് കൃഷ്ണാവബോധം കൃഷ്ണാവബോധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണാവബോധത്തിലൂടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുകൂടി നമ്മൾ ആലോചിക്കണം, വേണ്ടേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പലയിടത്തൊന്നും കേട്ട് എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് വരുന്നു, ഞാൻ സർവ്വതും ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് തിരിയുന്നു എന്ന്. പഴയ കാലങ്ങളിൽ നിങ്ങൾക്കറിയാം, ജീവിതത്തിന്റെ അവസാനം അത് സന്യസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലെ. ഇപ്പോഴും നമ്മൾ ജപമാല എടുത്ത് കയ്യിൽ വെച്ചാൽ ആൾക്കാർ ആദ്യം പറയുന്നത് എന്താ? സന്യസിക്കാൻ പോവാണോ നീ എന്ന് ചോദിക്കും. എന്താണ് ഈ സന്യാസം? സമസ്തവും ഉപേക്ഷിച്ചു എന്നുള്ളതിന്റെ ഒരു സിമ്പലാണ് കാവിയിടുക എന്ന് പറയുന്നത്. എല്ലാം ഇന്ദ്രിയങ്ങളുടെ സുഖം വരേക്കും നമ്മൾ ഉപേക്ഷിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഈ കാവി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നല്ലേ? കുടുംബമില്ല, കൂട്ടുകാരില്ല, രുചികരമായ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, പരാതികളില്ല, ഒന്നുമില്ല. ഒരു നിർജീവമായ അവസ്ഥ, എന്നാൽ ആ അവസ്ഥയിൽ ഒരു ആനന്ദം. കാരണം നമ്മൾ ഇപ്പം ഒരു ഡെഡായ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പം നമുക്കൊരു സന്തോഷമില്ല. പക്ഷെ കാവി ഇടുന്ന ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ട്. കാരണം അവർക്ക് പരാതികളില്ല, ആവശ്യങ്ങളില്ല. തല ചായ്ക്കാൻ ഒരു ക്ഷേത്രമുറ്റം കിട്ടിയാൽ അവർ തല ചായ്ക്കും. ഉറക്കവും കുറവായിരിക്കും. നമ്മളൊക്കെ എങ്ങനെയായാലും ഒരു 11 മണി 11:30 മണിക്കൊക്കെ കിടന്നാലും നമ്മളൊരു മാക്സിമം ഒരു 4 മണി 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ കൂടിയും അത്രയും നേരെങ്കിലും ഉറങ്ങുന്നുണ്ട്. പക്ഷേ ശ്രീല പ്രഭുപാജിയെ പോലെയുള്ളവർ 2-3 മണിക്കൂറാണ് ഉറങ്ങാറ്. ജയപതാക് മഹാരാജിനെ പോലെയുള്ളവരൊക്കെ ബാക്കി സമയമൊക്കെ അവരിരുന്ന് ജപിക്കും, വായിക്കും, എഴുതും, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഏതൊരു സന്യാസി വര്യനായാലും ശരി ആ രീതിയിലാണ് ജീവിക്കുക. അവർക്ക് ഉറക്കമൊക്കെ വളരെ കുറവായിരിക്കും. അവർ ശരീരത്തെക്കുറിച്ചൊന്നും വലിയ കോൺഷ്യസ് ആയിരിക്കില്ല, വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. ഭഗവാനുമായി ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരു കുടുംബ ബന്ധങ്ങളും ഇല്ല, ഒരു കൂട്ടുകാരും ഇല്ല, ആരുമില്ല. സമഭാവനയായിരിക്കും അവർക്ക് എല്ലാവരോടും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയെയാണ് സന്യാസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ആർക്കും സന്യസിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒന്നും നമുക്കത് വിധിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ വിധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്ക് ചുറ്റും കുറെ കെട്ടുപാടുകളുണ്ട് അല്ലെ. അയൽവക്കക്കാര്, നമ്മളൊരു 3 ദിവസം വീട് അടച്ചിട്ടിട്ട് പോയ തൊട്ടപ്പുറത്തുള്ളവരേക്കും ദേ എവിടേക്ക് പോയി, കാണില്ലല്ലോ അവിടെ എന്ന് ചോദിക്കും. അല്ലെ നമ്മൾ എവിടെയെങ്കിലും പോണാ നിങ്ങൾ എവിടെ പോണു പറഞ്ഞില്ലല്ലോ. അങ്ങനെ അയൽവക്കക്കാരോട് നമുക്കൊരു ആത്മബന്ധമുണ്ട്. നമ്മുടെ കുടുംബക്കാരോട്, കൂട്ടക്കാരോട്, നാട്ടുകാരോട്, എല്ലാവരോടും. എൻ്റെ അച്ഛനോട് പോലും ആൾക്കാരേക്കും മോള് വരാറില്ലേ സോമേട്ടാ, കുറെ നാളെ കണ്ടിട്ട്, അമ്പലത്തിലേക്കും കാണാറില്ലേ, ആ മോളെ ലൈവ് ഞങ്ങൾ കണ്ടു എന്ന് പറയും. അപ്പൊ അതൊക്കെ ഒരു വ്യക്തിബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളെല്ലാം ഒരു ദിവസം ഉപേക്ഷിച്ച് നമുക്കൊരിക്കലും ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ എന്ത് പറയുന്നു? നിങ്ങൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തോളൂ, പക്ഷേ അതിലൂടെ നിങ്ങൾ ഭഗവാനെ സ്മരിക്കണം എന്നാ പറയുന്നത്. നമുക്കതേ പറ്റൂ. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, കൃഷ്ണാവബോധത്തിലൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഫ്രണ്ട്സിനെ ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അവരൊക്കെ നമുക്കൊരു കാലത്ത് സഹായികളായിരുന്നു. അതെല്ലാം വിട്ടേക്കൂ. നമുക്ക് ആവശ്യമുള്ളത് ഭഗവാൻ കൊണ്ടുവരുന്നു തരും എന്ന് പറഞ്ഞ് ഭഗവാന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത്. ഭഗവാൻ നേരിട്ട് ഗോലോകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വിമാനം എടുത്തുകൊണ്ട് വന്ന് ഒരു ഓടക്കുഴലും കയ്യിൽ കുറച്ച് താമരപ്പൂ ഒക്കെ ആയിട്ട് വന്നിട്ട് ശ്രീ എന്താ പറയാ
ഹരി എന്താ വേണ്ടത്, അല്ലെങ്കിൽ അമർ എന്താ വേണ്ടത്, നിഷ നിനക്ക് അരി വേണോ, ഞാൻ അതേ കടയിൽ പോയി മേടിച്ചിട്ട് വരാം എന്നൊന്നും ഭഗവാൻ പറയില്ല. ഭഗവാൻ അതിനു വേണ്ടി ഓരോരുത്തരെ നിയോഗിക്കും, അല്ലെ? നമ്മുടെ കൂട്ടുകാരായിട്ടും നമ്മുടെ അച്ഛനായിട്ടും നമ്മുടെ അമ്മയായിട്ടും അങ്ങനെ ഓരോരുത്തരെ ഭഗവാൻ നിയോഗിക്കും. ഭഗവാൻ അവരിലൂടെ പ്രവർത്തിക്കും. അപ്പൊ ആ വ്യക്തിബന്ധങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാന്ന് പറയണത് തെറ്റല്ലേ? തെറ്റാണ്. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ദിവസം എടുത്തു തന്ന ഒരു വ്യക്തിയോട് നമുക്കൊരു കൃതജ്ഞതാ മനോഭാവം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നന്ദി കെട്ട കൂട്ടങ്ങളാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഉപകാരസ്മരണയില്ലാത്ത വ്യക്തികളെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കരുത് എന്ന്. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ നന്ദി കെട്ട രീതിയിൽ കാണാനോ പറയാനോ ഒന്നും പാടില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു പോകുമായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ തിരുത്തണം. പാടില്ല, നമ്മൾ അവരെ വെറുക്കാൻ പാടില്ല. ഉപകാരസ്മരണ ഇല്ലാതിരിക്കരുത്. അത് 3 മതി. ഏതായാലും ഇത് നിക്കാൻ കുറച്ച് പ്രയാസം, അടി നിൽക്കൂല. 3 വേറെ എടുത്തോ. വേറെ 3 അവിടെ തന്നെ ഉണ്ടാവും. 3 ചിര. അത് ബിന്ദുമ്മയുടെ എടുത്തരാൻ പറ. എള്ളുതിരി അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഉപകാരസ്മരണ ഇല്ലാതെ ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക, അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക. മനസ്സിലായില്ലേ? അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക. എൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, എന്നെ വിളിച്ചപ്പം, അമ്പിളി അന്ന് നീ ഇവിടെ വന്നപ്പോ നിന്നെ കാണാൻ വന്ന ആ മോനില്ലേ, പല്ലിന് ഇത് എന്തോ റൂട്ട് കനാൽ ചെയ്തെന്ന് പറഞ്ഞ മോൻ, നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള, ഞാൻ പറഞ്ഞ അമർ, ആ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ ആ കുട്ടി. ഞാൻ പറഞ്ഞ അതെ അതെ അമർ, അവന്റെ വയ്യായിക മാറിയാവോ, നീ പിന്നെ വിളിച്ചോ? ഞാൻ പറഞ്ഞ അച്ഛാ അവൻ ഇന്ന് ലൈവിലുണ്ട്, വിളിച്ചു, കുഴപ്പമില്ല, അവൻ ഓക്കെയാണ്. ഞാൻ അച്ഛൻ ഇതൊന്നും മറന്നില്ലേ? അല്ലല്ല, ഒരു നേരം നീ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോ നിന്നെ തേടി വന്നൊരു കുട്ടിയല്ലേ. അതുപോലെ ആ അച്ഛനില്ലാത്ത മോൻ സുജാത മാതാജി, പിന്നെ വേറെ ആ തിക്കോടിന്ന് വന്നൊരു മോളുണ്ടായിരുന്നില്ലേ, അങ്ങനെ അച്ഛൻ എണ്ണി ചോദിക്കുകയാണ്. നമ്മുടെ അമ്പലത്തില് ചുറ്റുവിളക്കിന് വന്ന ആ മാതാജിമാരൊക്കെയോ അവരൊക്കെ വിളിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. കാരണം നീ ഇവിടെ വന്നപ്പോ ഒരു നേരം നിന്നെ തേടി വന്ന് നിനക്ക് എന്തെങ്കിലും ഒരു പഴോ ബിസ്ക്കറ്റോ ഒക്കെ കൊണ്ട് തന്ന് നമ്മൾ അതൊക്കെ കഴിച്ചില്ലേ അമ്പിളി, അപ്പൊ നമ്മൾ അവരെയെല്ലാം ഓർക്കണ്ടേ? അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ കണ്ട കംപ്ലീറ്റ് മാനാണ് എൻ്റെ അച്ഛൻ. ഞാൻ എന്നും അഭിമാനത്തോടു കൂടി പറയും, എൻ്റെ പേരിന്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ പേരുള്ളതാണ് എൻ്റെ അഭിമാനം എന്ന്. കാരണം അത്രയും ക്വാളിറ്റീസ് ഈ പഴയ ആളുകളിലുണ്ട്. ആ ക്വാളിറ്റീസ് ഒക്കെ ഇന്നത്തെ തലമുറ മറന്നു പോവാണ്. വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുകയാണ് ഇന്നത്തെ തലമുറ. അപ്പൊ അതൊക്കെ തെറ്റല്ലേ? അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഒരിക്കലും ഉപകാരസ്മരണയില്ലാത്ത വ്യക്തികളായി നമ്മൾ ജീവിക്കരുത്. എപ്പോഴും ഉപകാരസ്മരണ വേണം. ഒരിക്കലും നമ്മള് ഇപ്പൊ ആർക്കായാലും ദേഷ്യം വരാം, തെറ്റുപറ്റാം, അതിന്റെ പേരിൽ ആരെയും അധിക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല. മനുഷ്യ സഹജമാണ് അതെല്ലാം. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. മേ ബി നല്ല കൂട്ടുകാരായിരിക്കെ വഴക്കിട്ടേക്കാം. നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുന്നില്ലേ? ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന മക്കൾ തമ്മിൽ വഴക്കിടുന്നില്ലേ? അതിലുപരി ഉണ്ടോ അയൽവക്കക്കാരും കൂട്ടുകാരൊക്കെ? അതൊക്കെ കളയണം മനസ്സിൽ നിന്ന്. അതൊന്നും മൈൻഡിൽ വെക്കരുത്. അതെല്ലാം മറന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അപ്പോൾ ഉപകാരസ്മരണ ഇല്ലാതെ നമ്മൾ ജീവിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാല്, നമ്മള് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലൂടെയും മുന്നോട്ട് പോവാം. കണ്ടാൽ നമ്മളിങ്ങനെ വെച്ച് നടക്കുന്ന ഒരു ബന്ധങ്ങളും നമുക്ക് ചുറ്റും വേണ്ട. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ അടുത്ത വീട്ടുകാരെ കാണുമ്പോഴത്തേക്കും ആ ദുഷ്ടത്തി അവിടെ നിൽക്കുന്നുണ്ട്, കോണ്ട ഒലിപ്പം എന്നുള്ള മനോഭാവമൊന്നും നമുക്ക് വേണ്ട. അവരവിടെ നിന്നോട്ടെ, അവരവരെ പറമ്പിലല്ലേ നിൽക്കുന്നത്, അവര് നമ്മളെ മുറച്ചു നോക്കിക്കോട്ടെ, നമ്മളൊന്നും പറയണ്ട. ശ്രീകണ്ഠൻ പ്രഭു, അത് ഭഗവാൻ ആടിയ എണ്ണയാണ്. ഷോ, ഞാനിപ്പോ ഇതെല്ലാം ഊരിയെടുക്കണം. കുഴപ്പമില്ല, ആ മറ്റേ ഓയിൽ തന്നെ വെച്ചു. ഇത് ഭഗവാൻ ആടിയ ഗുരുവായൂരിൽ എണ്ണയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ബന്ധങ്ങളെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നമ്മൾ സൂക്ഷിക്കും. ഒരു പുഞ്ചിരിയിൽ തീരും എല്ലാ ദേഷ്യവും. ചിലപ്പോൾ നമ്മൾ ചിരിച്ചാൽ അവർ തിരിച്ച് ചിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളതൊന്നും മൈൻഡാക്കണ്ട, നമ്മളതൊന്നും മനസ്സിൽ വെക്കണ്ട. വീട്ടിൻ്റെ അകത്തും നമ്മൾ അങ്ങനെ ആരോടും മുറച്ച് നടക്കണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ, നമുക്ക് ആരോടും ദേഷ്യവും ഇല്ല, വെറുപ്പും ഇല്ല, ഒന്നുമില്ല. ഒരു പ്രയാസവും നമുക്ക് ആരോടും ഇല്ല. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു പറയാൻ പറ്റൂല, അല്ലേ? നാളെ ഈ സമയത്ത് നമ്മളുണ്ടോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് ജോലിയും ചെയ്യാം.
അതായത് ധാർമ്മികമായിരിക്കുന്ന എന്ത് ജോലിയും നമുക്ക് ചെയ്യാം. ജീവിക്കേണ്ടേ നമുക്ക്. ജീവിക്കാതെ നമുക്ക് യോഗം ക്ഷേമം വഹാമ്യഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അരിയും സാധനമൊന്നും വീട്ടിലെത്തിച്ചേരൂല. ജോലി ചെയ്യാം, കർമ്മം ചെയ്യാം. കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക. ഇതാണ് യഥാർത്ഥ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ജോലി ചെയ്യൂ, ഭഗവാനെ സ്മരിക്കൂ. അല്ലാതെ ഞാൻ മാറി, ഞാൻ കൃഷ്ണാവബോധത്തിലാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ജപവും വായനയായി കഴിഞ്ഞാൽ കുടുംബത്തിരിക്കുന്ന ഭർത്താവിനും മക്കൾക്കൊന്നും ചോറും കറിയും ഉപ്പേരിയും പപ്പടമൊന്നും കിട്ടത്തില്ല. അവരെ തുണി കഴുകലൊക്കെ എനിക്ക് ജപിക്കാനുണ്ട്, എൻ്റെ ജപം തീർന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീകളും ഇരിക്കരുത്. ആദ്യം നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാം. കുഴപ്പമില്ല അമ്മേ. ആദ്യം നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാം. നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ ചുമലിലിരിക്കുന്നവരാണ് നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, ഭർത്താവിന്റെ അച്ഛനമ്മമാര്, എല്ലാവരും. അവർക്ക് വേണ്ട ഭക്ഷണം, മരുന്ന്, വസ്ത്രം ഇതൊക്കെ നമ്മൾ റെഡിയാക്കുക. കർമ്മം ചെയ്യുക. നമ്മൾ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഹൃദയത്തിൽ ഭഗവാനെ സ്മരിക്കുക. നാരായണ 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 ജപിച്ചുകൊണ്ടേയിരിക്കുക. ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പവും ഇല്ല. ജപിച്ചുകൊണ്ട് കർമ്മം ചെയ്യാം. ആ കർമ്മത്തിനൊരു പരിശുദ്ധിയുണ്ട്. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ കാരണം അവരുടെ സമയവും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതിയില്ല. നമ്മുടെ ജപവും നടക്കും. ഭഗവാൻ ആ ജപത്തിലും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? രാവിലെ നേരത്തെ എഴുന്നേക്കുക, കുളിക്കുക. വീട്ടിലെല്ലാവരും എഴുന്നേക്കുന്നതിനേക്കാളും മുന്നേ എഴുന്നേക്കുക, കുളിക്കുക. കുളിച്ചു വന്ന ഉടനെ ഭഗവാന് വിളക്ക് വെക്കുക. ഒരു വാഴപ്പഴം എങ്കിലും എടുത്തിട്ട് ഭഗവാന്റെ മുന്നിൽ വെക്കുക. 2 സെറ്റ് വാഴപ്പഴം വെച്ചോളൂ. ഒരെണ്ണം ഉരിച്ചു വെക്കും. ഒരു പഴം നല്ലത് നോക്കി ഉരിച്ചു വെക്കും. ഭഗവാന് നേദ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഉരിച്ചു മുകളിൽ വെച്ചു. ബാക്കിന്റെ മുകളെല്ലാം തുളസി വെള്ളം കുടഞ്ഞോളൂ. എല്ലാം വെച്ചു. അപ്പോ എന്ത് ചെയ്യുക? നമ്മള് നേരെ ഒരു തുളസിയില പറിച്ച് ഭഗവാന്റെ തൃപ്പാദത്തിൽ വെക്കുക. വീട്ടിലുള്ളവർ എഴുന്നേറ്റ് വരുമ്പം വീട് നല്ല വൃത്തിയായി ഒരു ചന്ദനത്തിരി ഊത്തി കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്നവർക്കൊരു ആ ദിവസം മനോഹരമാണ്. ഇത് കുളിക്കാതെ വന്ന് ഒരു നൈറ്റി ഇട്ട് ആ നൈറ്റി എടുത്ത് ഇവിടെ കുത്തി അടുക്കളയിൽ പാത്രങ്ങൾ ഡ്രമാന്ന് വലിച്ചെറിയുമ്പോൾ ആ വീട് തന്നെ ഒരു മൂശേട്ട പിടിച്ച സ്ഥലമാണ്. ഒരു മൂദേവി വസിക്കുന്ന വീട് പോലെ ഇരിക്കും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഭഗവാന്റെ നാമം കേട്ട് അത് ഏത് ഭക്തി ഇല്ലാത്തവനും മാറും. കാരണം എന്താണെന്നറിയാം പറയാൻ കാരണം, എല്ലാം ജീവാത്മാക്കളാണ്, ഭഗവാനിൽ നിന്ന് വന്ന ജീവാത്മാക്കളാണ്. അപ്പൊ ആ ജീവാത്മാക്കള് ഓട്ടോമാറ്റിക്കലി ഭഗവാനുമായിട്ട് കണക്റ്റ് ആവും. അങ്ങനെ കണക്റ്റ് ആവുന്ന സമയത്ത് അവരുടെ ഭക്തി എങ്ങനെങ്കിലുമൊക്കെ ഉണരും. എന്നിട്ട് തലേന്ന് രാത്രി കിടക്കുമ്പോഴേക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ച് എന്ത് മനോഹരമായിരിക്കും എന്ന് പറയാം. ദിവസം പരാതികളില്ല, പരിവട്ടങ്ങളില്ല. വെറുതെ TV കണ്ടിരിക്കുന്ന നേരം കൊണ്ട് പച്ചക്കറി അരിഞ്ഞ് ഡബ്ബയിലാക്കി വെച്ച് നാളത്തേക്ക് എന്ത് വേണം എന്നുള്ളത് ഇന്നേ ഓർത്തിരിക്കണം. ഞങ്ങൾ ഇന്നിവിടെ ഉപ്പുമാവാണ്. ഭഗവാന് പഴം നിവേദിക്കുന്നുണ്ട്. ആ പഴം നിവേദിച്ചു കഴിഞ്ഞാൽ അത് എടുത്ത് അതും ഉപ്പുമാവാണ് ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം. ഉച്ചയ്ക്ക് അവിയലും രസവുമാണ്. അത് ഓൾറെഡി ഡിസൈഡഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അടുക്കളയിൽ പോയിരുന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ കർമ്മം ചെയ്യുന്നതിനിടയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ സ്മരിക്കുക. ഡെയിലി അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ഒരാഴ്ചയിൽ ഒരിക്കൽ അമ്പലത്തിൽ പോവാം. ഒരു ശനിയാഴ്ചയോ ഒരു ചൊവ്വാഴ്ചയോ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ ദിവസം പോവാം. അങ്ങനെ നമ്മൾ പോയി വരും. ഇത് നമ്മൾ വീടുകളിൽ ഹസ്ബൻഡ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ ആ ഒരു ശാന്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ ശാന്തി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിലൊന്നും എന്താ പറയുക, ഭക്തിയുടെ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ നമുക്കാകെ നമ്മുടെ ജീവിതം ഒരു ഡിസ്റ്റേബ്ഡ് ആവും. അങ്ങനെ ഒരു ജീവിതം വേണ്ട. അപ്പൊ ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞേയാസ നിത്യ സന്യാസി യോന ദ്രേഷ്ടീന കാക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി. നിത്യസന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്താലും അതിനൊരു റിസൾട്ട് അവർ പ്രതീക്ഷിക്കില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ സഹായിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി, ഇത് നല്ലൊരു ഗുരുവായൂർ ക്ഷേത്രമാണ്, നിങ്ങൾ കാണും. അപ്പൊ നമ്മൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് നാളെ അവര് നമ്മളെ തിരിഞ്ഞു കുത്തുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് വന്നോടോ അത് ഇതെന്ന്. നമ്മൾ അതിലെന്തിനു വിഷമിക്കണം? ഒരിച്ചിരി ചോറ്, ചേട്ടാ വിശക്കുന്നുണ്ടോ, കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ചോറ് കൊടുത്തിട്ട്, അയ്യോ ഇത് കറിയൊന്നും രുചിയില്ലല്ലോ, ഇത് എന്താ അത്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്തിനു വിഷമിക്കണം? നമ്മൾ വിഷമിക്കണ്ട. കാരണം എന്താ? നമ്മൾ ആ ചെയ്തതിന്റെ കർമ്മഫലം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അവർക്ക് നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്തതിന്റെ റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടേ ഇല്ല. നമുക്കതിന്റെ ആവശ്യമേ ഇല്ല, നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ എന്തിനാ വെറുക്കുന്നത്? ആഗ്രഹിച്ചെങ്കിലല്ലേ നമ്മൾ വെറുപ്പുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും. ഇനി കർമ്മഫലത്തിന്റെ റിസൾട്ട്, അയ്യോ വളരെ സന്തോഷം കേട്ടോ, അതിൽ നമ്മൾ സന്തോഷിക്കുകയും വേണ്ട. ഹരേ കൃഷ്ണ, എല്ലാം ഭഗവാന്റെ തൃപാദങ്ങളിൽ എന്ന് പറഞ്ഞങ്ങ് വിടാം. കാരണം നമ്മൾക്ക് ദേഷ്യവും ഇല്ല, നമ്മൾക്ക് സന്തോഷവും ഇല്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിത്യസന്യാസി എന്ന് പറയുന്നത്. നിത്യസന്യാസിക്ക് ഒരിക്കലും വിഷമങ്ങളില്ല, ഒരിക്കലും കുറ്റങ്ങളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒന്നുമില്ല. മഹാബാഹുവായ അർജുന, ഭഗവാൻ പറയണം, മഹാശക്തിമാനായിരിക്കുന്ന അർജുന, അയാൾ ദ്വന്ദ്ങ്ങളിൽ നിന്നൊഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷവും അടയുകയും ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ്? ഭൗതികമായിരിക്കുന്ന ബന്ധനങ്ങളിൽ ഒരു പ്രയാസവും ഇല്ല. അവർ എളുപ്പത്തിൽ മോക്ഷം പ്രാപിക്കും, മോക്ഷത്തിലേക്ക് എത്തും. അവർക്കൊരു പ്രയാസവും ഇല്ല, ഒരു പരാതിയില്ല. അപ്പോൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് എളുപ്പം മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും. മനസ്സിലാവുന്നത്? ഭയങ്കരമായിട്ട് അവർ മോക്ഷത്തിലേക്ക് എത്തും. കാരണം അവർക്കൊരു പരാതിയില്ല, ഒരു പ്രയാസവും ഇല്ല. തികഞ്ഞ കൃഷ്ണാവബോധമുള്ള ഒരു മനുഷ്യൻ തൻ്റെ കർമ്മഫലങ്ങളിൽ ഒരു ആഗ്രഹവും ഇല്ല, ഒരു വെറുപ്പും ഇല്ലാത്തത് കൊണ്ട് ആ വ്യക്തി എന്നും ത്യാഗ മനോഭാവത്തിലായിരിക്കും. എന്തൊരാളിൽ നിന്നൊരു റിസൾട്ടും അവർ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് കൊണ്ട്, ഒരാൾ സഹായിച്ചാലും ശരി, ഒരാൾ വഴക്ക് പറഞ്ഞാലും ശരി, അവരുടെ തല ഇങ്ങനെയായിരിക്കും. അവരുടെ തല എപ്പോഴും ഇങ്ങനെയായിരിക്കും. കാരണം അവര് നല്ലതും പ്രതീക്ഷിക്കുന്നില്ല, ചീത്തയും പ്രതീക്ഷിക്കുന്നില്ല. ഇത് രണ്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾക്ക് എന്തുണ്ടാവാനാ? ചിരിച്ചാലും സന്തോഷം, ചിരിച്ചില്ലെങ്കിലും സന്തോഷം. ഈ മനോഭാവത്തെയാണ് ത്യാഗ മനോഭാവം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു സന്യാസിയാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ തൃപ്പാദങ്ങളിൽ പോയി കാലും കഴുകിയിരിക്കേണ്ട കാര്യം നമുക്കില്ല. ആ വ്യക്തി ഒരു ത്യാഗിയാണ്. ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നേയില്ല. ആ വ്യക്തിയെ ആരെന്ത് പറഞ്ഞാലും, എന്ത് നന്ദികേട് കാണിച്ചാലും ആ വ്യക്തിയുടെ 7 അയലത്തിലേക്ക് ആ വികാരം എത്തുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ആ വ്യക്തിയുടെ 7 അയലത്തിലേക്ക് ആ വികാരം എത്തുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താ പ്രശ്നം? വിഷമം ഉണ്ടെങ്കിലേ പരാതിയുള്ളൂ. വിഷമം എന്ന് പറയുന്ന ഫീലിംഗ് ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ഇല്ല. 4 തല്ലിയാലും ആ സന്യാസി ഇങ്ങനെ നിൽക്കും. ഇതാണ് ത്യാഗ മനോഭാവം. ഈ ത്യാഗ മനോഭാവമാണ് കൃഷ്ണാവബോധത്തിന്റെ യഥാർത്ഥ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിനെ കുറച്ച് ചൂടുവെള്ളം എടുത്തരോടാ. എടാ, കുറച്ച് ചൂടുവെള്ളം എടുത്തരൂ. കാപ്പി വേണ്ട, ചൂടുവെള്ളം മതി. നമ്മുടെ ആ മലയോര ദാഹശമനി ഉണ്ട് അതിന്റെ മുകളിൽ, അതിട്ടിട്ട് അതിലൊരു ഏലക്കായിട്ടിട്ട് തന്നു. ദിവ്യമായിരിക്കുന്ന പ്രേമയുധ ഭഗവത് സേവനത്തിന്, വേർഡ് ശ്രദ്ധിക്കണം, പ്രേമയുധ ഭഗവത് സേവനം. അയ്യോ ഭഗവാൻ ഇന്ന് വിളക്ക് കത്തിക്കണമല്ലോ എന്നും പറഞ്ഞ് പോയി കത്തിക്കരുത്. ഭഗവാനെ, അങ്ങേക്കൊരു വിളക്ക് കത്തിക്കാൻ ഇന്ന് എനിക്കൊരു അനുഗ്രഹം അങ്ങ് തന്നില്ലേ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് വിളക്ക് കൊടുക്കാം. ആ പ്രേമം, ആ ഇഷ്ടം, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞ് എല്ലാവരും അവരവരുടെ മക്കളുടെ ചെറിയ കാലഘട്ടത്തിലേക്ക് മനസ്സുകൊണ്ടുപോകും. അത് ഉറങ്ങിയോ എഴുന്നേറ്റോ, ഉറങ്ങുമ്പോൾ പോലും നമ്മൾ ആനന്ദിക്കും. അല്ല, ആനന്ദിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ചെറുപ്പത്തിൽ എന്തെല്ലാം കുറുമ്പ് കാണിച്ചിരിക്കുന്നു. ചിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മക്കൾ ഇങ്ങനെ കൈകാലിട്ട് അടിക്കുമ്പോഴേക്കും നമുക്ക് സന്തോഷം. അപ്പൊ എന്തൊരു കുറുമ്പനാത് എന്ന് പറയും. ഒന്ന് മുഖം ഇങ്ങനെ വെച്ചാൽ നമുക്കൊരു ആനന്ദം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കും. അവരുടെ കുറുമ്പും അവരുടെ ചിരിയും അവരുടെ കരച്ചിലിയും അവരുടെ ബഹളവും വാശിയും, നമ്മുടെ പേരക്കുട്ടികളുടെ കുട്ടിക്കാലം ആലോചിക്കും. അതെന്തുകൊണ്ടാണ് കുട്ടികളോട് അത്രയൊരു അടുപ്പം തോന്നുന്നത്? ഇത് ഈ കമൻറ്റ് ഞാൻ മുഴുവൻ ക്ലാസ് കഴിഞ്ഞ് വായിച്ചിട്ട് റിപ്ലൈ തരാം കേട്ടോ. വലിയ കമൻ്റായിട്ട് എനിക്ക് പെട്ടെന്ന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. വായിക്കാം മാതാജി, വായിക്കാം. അപ്പോൾ
ആ കുട്ടികളുടെ ആ ഒരു കളിയും ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആനന്ദമാണ്. നമ്മളെല്ലാം ഫോട്ടോ എടുത്ത് വെക്കും, നമ്മളത് മരണം വരെ നമ്മളത് ഓർത്തിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോടുള്ള ആ ഒരു ഇഷ്ടം, ഒരു പ്രേമം. ഈ കുയിലിനെ കൊണ്ട് ഞാൻ തോറ്റു. നേരം വെളുത്താൽ ഈ കുയിൽ വന്ന് എന്നെ ശല്യം ചെയ്യുന്നതാണ്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല ഈ കുയില്. അത് ഉറങ്ങാൻ പോകുന്നത് വരെ ഈ മരത്തിൽ ഇവിടെ തന്നെ ഇരുന്നിട്ടത് ഇങ്ങനെ കൂകിയിട്ട് വിളിച്ചോണ്ടിരിക്കും. മിണ്ടാണ്ടിരിക്കേയില്ല ഈ കുയില്. രാവിലെ മുതൽ തുടങ്ങി ഈ കുയില് നമ്മളെ ഇട്ടിട്ട് വട്ടം കറക്കാനും എല്ലാരും പറഞ്ഞു തുടങ്ങി. അമ്മു ഇവിടെ ഇരുന്ന് വല്ല ഗീത വായിക്കുകയും ഭാഗവതം പറയതേ വന്നു. അത് കുയില് റാക്കിന്റെ മേളില് അത് വന്ന് തുടങ്ങിയത് നേരം വെളുത്തിട്ട്. പിടിച്ച് നമുക്ക് അതിനെ വായിക്ക് സലോട്ടാപ്പിട്ടേക്കണം. സലോട്ട് കയ്യിൽ വരട്ടെ അതിനെ. ഇങ്ങനെ വാങ്ങരുത്, തരാം. എപ്പോഴും അതെ, 24 hours അല്ലേ. വൈകിട്ടായാലും അത് പോയി ഉറങ്ങും. അപ്പൊ വരും. ഇത് എവിടുന്ന് പറന്നു വരുന്നെന്ന് അറിയില്ല. എന്തോ ഒരു കഷ്ടം നോക്കിക്കേ. അപ്പൊ നമ്മള് എന്താ പറയാ, അത് നമ്മളിങ്ങനെ ഓർത്ത് ഇതിനെ ഇന്ന് കൈ കിട്ടട്ടെ, വല വെച്ച് പിടിക്കും ഞാനതിനെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, അപ്പൊ ആ ഒരു കുട്ടികളോടുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ട് അല്ലേ, ആ ഒരു പ്രേമം. ആ പ്രേമം പോലെ നമുക്ക് കൃഷ്ണനോട് ഉണ്ടാവണം. കൃഷ്ണന്റെ ആ കളിയും ചിരിയും, ആ ഗോപികമാരെ പറ്റിച്ചതും, വെണ്ണയെടുത്ത് എന്താ പറയാ കൊരങ്ങന്മാർക്ക് ഇട്ടുകൊടുത്തതും, അമ്മ വരാൻ നേരം ഓടിക്കോന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും ബലറാം സ്വാമിയും കൂടെ ഓടിപ്പോയതും, ആ കുഞ്ഞി കാല് വെച്ച് ഇങ്ങനെ ഓടി പാവം എന്തെല്ലാം കഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ചു. ഒരു ഇത്തിരി വെണ്ണ കിട്ടാൻ അത് കാണിച്ച കുസൃതികള് എന്തൊക്കെ കാണിച്ചു കൂട്ടി. അവസാനം പ്രചോദനമാണ് കുയിലെന്ന്. പക്ഷേ ഈ കുയിലെന്നെ തിന്നുകളെ അവിടെ ഇരുന്നിട്ട്. ആ എന്താ പറയാ, ഒരലയിൽ കെട്ടിയിട്ടപ്പോഴും ഇങ്ങനെ നിന്നിട്ട് അടുത്തത് എന്ത് ഒപ്പിക്കാന്നാ കൃഷ്ണൻ ആലോചിക്കുന്ന. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ, അടുത്ത പണി ഞാൻ കൊടുക്കാന്നും പറഞ്ഞിട്ട് ആ മരങ്ങൾക്ക് ഇടയിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോയി ആ മരങ്ങൾക്ക് മോചനം കൊടുത്തത് എന്ന് വേണ്ട ചെയ്തു കൂട്ടാത്തത് ഒന്നുമില്ല കൃഷ്ണൻ. എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഈ ഓടക്കുഴലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒന്നും അറിയാത്ത പോലെ. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിലാണ് കൃഷ്ണൻ ഇരിക്കുന്നത്. ഞാനോ എപ്പോ? ഇതാണ് കൃഷ്ണന്റെ ചോദ്യം. 24 hours കളിച്ചു നടക്കും. ആ കളിയിലാണെങ്കിലോ ചെയ്തു കൂട്ടാത്തതായിട്ട് ഒന്നുമില്ല. അയ്യോ സത്യം, ഈ കുയിൽ ഇങ്ങനെ എന്നെ വെറുതെ വിടൂല. അങ്ങനെ ഒരു കൃഷ്ണൻ. ഈ കൃഷ്ണനോട് എന്തുകൊണ്ട് നമ്മുടെ മക്കളോട് എന്നതുപോലൊരു വാത്സല്യം നമുക്ക് വരുന്നില്ല? നമ്മളെ മക്കളൊന്ന് വിശന്നിരിക്കുന്നത്, അയ്യോ വയറൊക്കെ തളർന്നു പോയി എന്ന് പറഞ്ഞ് നമ്മൾ പാല് കൊടുക്കും, ഭക്ഷണം കൊടുക്കും അല്ലേ. അവർക്കൊരു വയ്യായിക വന്നാൽ നമ്മൾ ഉറങ്ങൂല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം നമുക്ക് കൃഷ്ണനോട് എങ്ങനെങ്കിലൊക്കെ ഉണ്ടാവണം. പാവമല്ല, അതിന്റെ മുഖത്ത് നോക്കിക്കേ, എന്തൊരു നിഷ്കളങ്കതയാണ്. കയ്യിലില്ലാത്ത കുരുത്തക്കേടാണെങ്കിൽ വേറൊന്നുമില്ല. ഈ ഒരു മനോഭാവമാണ് കൂറൂരമ്മയ്ക്ക് ഉണ്ടായത്. മനസ്സിലായില്ലേ? വില്ലുമംഗലം സ്വാമിയാർക്കൊക്കെ ഉണ്ടായത് ഇങ്ങനെ ഒരു മനോഭാവമാണ്. ഒരു കുറുമ്പൻ കുട്ടി. നമ്മൾ അങ്ങനെ കണ്ടാൽ മതി കൃഷ്ണനെ. വലിയ സംഭവ ബഹുലമായിട്ടൊന്നും ഭഗവാനെ കാണണ്ട. കാരണം ഭഗവാൻ സംഭവ ബഹുലമാണ്. അദ്ദേഹത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഉണ്ണിക്കണ്ണൻ, നമ്മുടെ ഒരു കുഞ്ഞൂട്ടൻ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ അങ്ങനെയൊക്കെയാ ഉണ്ണീനെ കാണാറ്. കിച്ചു നമുക്ക് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ കണ്ട് 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 നമ്മൾ ഭഗവാൻ ഒരു വിളക്ക് വെക്കുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ? പ്രേമ ഭക്തി നമ്മളിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ അറിയാതെ ആ ഒരു ഭക്തി നമ്മൾക്കുള്ളിൽ വരും. നമ്മുടെ മക്കൾ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഫുഡ് ഉണ്ടാക്കണില്ലേ? എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് വെക്കാം. എന്തിനാ ഭഗവാനെ അങ്ങനെ പട്ടിണിക്കിടണേ? ആദ്യം അദ്ദേഹത്തിന് കൊടുത്തിട്ട് വേണ്ടേ? വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കൊടുത്തിട്ട് വേണ്ടേ നമ്മളെ മക്കളെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ? അങ്ങനെ നമ്മൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എന്തായി? ഒരു പ്രേമ ഭക്തി ഇവിടെ നമുക്ക് ഭഗവാനോട് വരും. ആ പ്രേമയുത ഭഗവത് സേവനത്തിന്, അങ്ങനെ കൊടുക്കുന്ന നിവേദ്യത്തിനും വിളക്കിനും ഒക്കെയാണ് നമ്മൾ പ്രേമയുത ഭഗവത് സേവനം എന്ന് പറയുന്നത്. സ്വയം സമർപ്പിതനായ സന്യാസി അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച് സ്വയം ഞാൻ അങ്ങനെ ആയിക്കോളാം, എനിക്ക് ആരിൽ നിന്നും ഒന്നും വേണ്ട, ഒരു പരാതിയുമില്ല, എനിക്ക് ഒരു രൂപ പോലും വേണ്ട, ഞാൻ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, എവിടെന്നെങ്കിലും എന്തെങ്കിലും പ്രസാദം കിട്ടിയാൽ കഴിക്കും. സന്യാസ വേഷം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ്. അച്ഛനില്ല, അമ്മയില്ല, കുട്ടികളില്ല, കുടുംബങ്ങളില്ല, കൂട്ടുകാരില്ല, ആരുമില്ല, ഒരു വ്യക്തിബന്ധങ്ങളും ഇല്ല. ആരെക്കുറിച്ചും പുകഴ്ത്തിയും പറയില്ല, ആരെക്കുറിച്ചും ഇകഴ്ത്തിയും പറയില്ല. അവരുടെ നാവിൽ നിന്ന് വരുന്നത് ഭഗവത് നാമങ്ങൾ മാത്രമായിരിക്കും. എന്തിനാ? അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പോലും അവർ സംസാരിക്കില്ല. ഭഗവത് നാമം, ഭഗവത് നാമം, ഭഗവത് നാമം, ഭഗവത് നാമം, അത്രയേ ഉള്ളൂ.
അമ്പിളിക്കുട്ടി, അത് മാത്രമേ അവരുടെ നാവിൽ നിന്ന് വരൂ. അപ്പൊ അങ്ങനെയുള്ള സന്യാസി, സ്വയം സമർപ്പിതനായ സന്യാസി, അവർ സ്വയം മനസ്സാലെയാണ് അങ്ങനെ സമർപ്പിക്കപ്പെടുന്നത്. ആ സന്യാസി കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ തന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് അറിയുന്നത് കൊണ്ട് തികഞ്ഞ ജ്ഞാനിയുമായിരിക്കണം. അങ്ങനെ വന്ന സന്യാസി കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ബന്ധം, അവർക്ക് ആ അടിസ്ഥാന ബന്ധം അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നല്ല ജ്ഞാനിയായിരിക്കണം. ഒരു ജ്ഞാനി, ആ ഒരു ജ്ഞാനി ഒരിക്കലും ഭൗതികമായിരിക്കുന്ന ഒന്നിലും, ആ ആത്മാവ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ശരീരം മുതൽ ഒന്നിലേക്കും ആ വ്യക്തിയുടെ കോൺസെൻട്രേഷൻ വരില്ല. ഒന്നിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കില്ല. ഭഗവാൻ 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 ഭഗവാൻ. ആര് മുമ്പിൽ ഉണ്ടായാലും ശരി, ആര് മുമ്പിൽ ഇല്ലെങ്കിലും ശരി, ഒന്നും വിഷയമല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ സഫർ ചെയ്ത് ജീവിച്ചാലും, ആരൊക്കെ ഏതൊക്കെ കൊട്ടാര അരമുര മുകളിൽ വാഴുന്നാലും ശരി, അവരുടെ കണ്ണിൽ അതൊന്നൊരു പ്രശ്നമേ അല്ല. ആരെയും പൊക്കി പറയാനുമില്ല, ആരെയും താഴ്ത്തി പറയാനുമില്ല, ആരിൽ നിന്നൊന്നും ആഗ്രഹിക്കാനുമില്ല, ആർക്കൊന്നും കൊടുക്കാനുമില്ല. ആ സൂപ്പർ ശ്രീകണ്ഠൻ പ്രഭു ദാമോദർ ലീല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരം സംഭവ ബഹുലമാണ്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ടൊരു കണക്ഷൻ വെക്കണം. കൃഷ്ണൻ സമ്പൂർണനാണെന്നും കൃഷ്ണന്റെ ഒരു അംശമാണ് താനെന്നും അയാൾക്കറിയാം അല്ലെ. നമ്മൾക്ക് കൃഷ്ണൻ സമ്പൂർണനാണ്, കൃഷ്ണനിൽ ഒരു കുറവും നമുക്ക് കാണാനില്ല. ആ കൃഷ്ണന്റെ ഒരു അംശമാണ് നമ്മൾ അല്ലെ. ആ അംശവുമായിട്ട് നമുക്ക് എന്നും ഒരു ബന്ധം നമുക്കുണ്ട്. അപ്പൊ ഹരേ കൃഷ്ണാപ്പ. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ബന്ധം നമുക്കുള്ളത് കൊണ്ട്, നമ്മൾ എപ്പോഴും കൃഷ്ണനുമായിട്ടൊരു ആത്മബന്ധം നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവരിലും നമ്മളത് കാണാൻ ശ്രമിക്കണം. ഭഗവാനുമായിട്ടുള്ള ആ ഒരു തികഞ്ഞ ബന്ധം. ഇപ്പോ ലളിത മാതാജി, മോട്ടി ബിജു മാതാജി, ഷൈജു പെരുന്നൽമണ്ണ പ്രഭു, ഇവരൊക്കെ ആരാണ്? ഭഗവാനുമായി ബന്ധമുള്ളവരാണ്. ഭഗവാനോടൊരു ആത്മാവുമായിട്ട് കണക്റ്റായ ഒരു ബന്ധം അവർക്കുണ്ട് അല്ലെ. അവരൊക്കെ ഭഗവാനിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അവരിലൊക്കെ പല കുറവുകൾ ഉണ്ടാവാം, പല ഉയർച്ചകൾ ഉണ്ടാവാം. അതൊന്നും നമ്മൾ ഉയർച്ചകൾ കണ്ടിട്ട് അവരെ അംഗീകരിക്കാനും കുറവുകൾ കണ്ടിട്ട് അവരെ മാറ്റിവെക്കാനൊന്നും നമുക്ക് അധികാരമില്ല. അവരൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ്. എന്തുകൊണ്ട് നമുക്ക് അർജുനനോട് ഇത്രയും സ്നേഹം തോന്നുന്നു? ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട്. അപ്പൊ അതേപോലെയല്ലേ ഇവരൊക്കെ. ഈ സത്സംഗത്തിലുള്ള എല്ലാവരും അതുപോലെയുള്ളവരാണ്. നെഗറ്റീവ് കമന്റ് ഇടുന്നവരും ശരി, പോസിറ്റീവ് കമന്റ് ഇടുന്നവരൊക്കെ. മനസ്സിലായില്ലേ? അയ്യോ, ഞാനൊരു കുയിലും കുതിര വെച്ചില്ല, പറയാൻ പറ്റില്ല കേട്ടോ, കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തിട്ടുണ്ടോന്ന്. പക്ഷെ ആ കുയിൽ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. വന്നിരുന്ന് ഈ ക്ലാസ്സും കേട്ട് ഇങ്ങനെ കൂകിക്കൊണ്ടേയിരിക്കും. വിഷ്ണു സഹസ്രനാമം വെച്ചാൽ പിന്നെയും തുടങ്ങും. പിന്നെ ഉച്ചയ്ക്ക് എവിടെങ്കിലുമൊക്കെ പോവും കുറച്ചു നേരം. അപ്പൊ നമ്മളിവിടെ പുറത്തു പോയി കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളിവിടെ വന്നിരുന്നാൽ വീണ്ടും വന്നിരിക്കും. അങ്ങനെ വാസന്തി മാതാജി, അങ്ങനെ എല്ലാവരും കൃഷ്ണനിൽ നിന്ന് വന്നവരാണ്. അവർക്കെല്ലാവർക്കും കൃഷ്ണനുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും ഒന്നും പറയാൻ പാടില്ല, ആരെയും ഒന്നും ചെയ്യാനും പാടില്ല. നമ്മളോട് ചെയ്യുന്നവർ ആരായാലും ചെയ്തോട്ടെ. നമ്മൾ അതിന് പ്രതികാരം ചെയ്യാനും, നമ്മൾ അവരെ എന്താ പറയാ ഓമനക്കുട്ട, നമ്മൾ അതിനെ ഒന്നിനും പോണ്ട. അവർ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. എന്തോരം വേണേലും നമ്മൾ ഉപദ്രവിച്ചോട്ടെ, എന്തോരം വേണേലും നമ്മളെ പറ്റി പറഞ്ഞോട്ടെ. നമ്മൾ നമ്മുടെ നാവ് പോക്കി നമ്മളെ പറയുന്നവരെ പോലും നമ്മൾ തിരിച്ചു പറയരുത്. അത് ആരായാലും ശരി, നമ്മളെക്കാൾ താഴെയുള്ളവനാണെങ്കിലും ശരി, മേലെയുള്ളവനാണെങ്കിലും ശരി, നമ്മൾ പറയാൻ പോണ്ട. പറയുന്നവർ പറയട്ടെ എന്ന മനോഭാവത്തിലിരിക്കണം. ഗുണത്തിലും അളവിലും ഇത് ശരിയായാൽ ഈ ജ്ഞാനം സമ്പൂർണമാണ്. നമ്മളുടെ ചിന്തയിലും നമ്മളുടെ അളവിലും ഇത് ശരിയായി കഴിഞ്ഞാൽ എന്താണ്? ഈ ജ്ഞാനം സമ്പൂർണമാണ്. നമ്മുടെ മലയോരദാഹശമനി, താനും കൃഷ്ണനും ഒന്ന് തന്നെ എന്ന സിദ്ധാന്തം ഒരിക്കലും പൂർണ്ണമാകുന്നില്ലെന്നിരിക്കെ ശരിയല്ല. ഗുണത്തിൽ ഒന്നാണെങ്കിലും പരിണാമത്തിൽ വ്യത്യസ്തമാണെന്നുള്ള ശരിയായ അതീന്ദ്രിയ ജ്ഞാനം. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും കൃഷ്ണനിൽ നിന്ന് വന്നവരാണ്. ഗുണത്തിൽ നമ്മൾ കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ പരിണാമത്തിൽ കൃഷ്ണനും നമ്മളുമാണ്. അല്ലാതെ ഞാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ഞാൻ 16 മാല ജപിക്കുന്ന ഒരാളാണ്, ഞാൻ ഭാഗവതം എടുക്കുന്ന ഒരാളാണ്, ഞാൻ ഗീത പറയുന്ന ഒരാളാണ്,
ഞാൻ ഇന്ന കഴിവുള്ള ഒരാളാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ സന്യാസിനിയാണ്, ഞാൻ പൂജ ചെയ്യുന്ന ആളാണ്. ഇങ്ങനൊന്നും ഒരു വ്യത്യാസം ആർക്കും ഇല്ല. പരിണാമം, അതായത് മാറ്റം. മനുഷ്യൻ മനുഷ്യനായി പിറന്നു, ഭഗവാൻ ഭഗവാനായിരിക്കുന്നു. ആ മാറ്റത്തിൽ നമുക്ക് വ്യത്യാസമുണ്ട്. കാരണം എന്താ? കുറവുകൾ നമുക്കാണ്, ഭഗവാനല്ല. അത് ഒരു അതീന്ദ്രിയ ജ്ഞാനമാണ്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനുള്ള പണി കിട്ടും എന്നൊരിക്കലും നമ്മൾ പറയരുത്. നമ്മൾ അതിന് മാത്രം വളർന്നിട്ടില്ല, നമുക്ക് അതിനുള്ള അറിവുമില്ല, ജ്ഞാനവും ഇല്ല. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കുറേ തെറ്റ് ചെയ്തു. ആ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ജന്മത്തിൽ അത് തിരുത്താൻ വേണ്ടി ഭഗവാനെ സേവിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത്രയും നമ്മൾ ഭഗവാനുമായിട്ട് മുന്നോട്ട് പോകണം. അത്രയും ചിന്തിച്ചാൽ മതി. ആ തെറ്റ് തിരുത്തുന്ന ഒരു സമയമാണ് ഈ ജന്മം. അല്ലാണ്ട് ഈ ജന്മത്തെ നമ്മൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സംഭവ ബഹുലമാക്കി ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവം നമുക്ക് ആർക്കും വേണ്ട. നമ്മൾ ആരും അതിന് മാത്രം ഇല്ല, ഉണ്ടാവാനും പോണില്ല. കൃഷ്ണൻ കൃഷ്ണൻ തന്നെയാണ്. പ്രത്യാശയ്ക്കോ വിലാപത്തിനോ കാരണമില്ലാതാക്കി അത് ഒരാളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള മനസ്ഥിതിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാണ്ട് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഗീതയിലെ ശ്ലോകം മൊത്തം മനപ്പാടാക്കി വെക്കുന്നതല്ല അതീന്ദ്രിയ ജ്ഞാനം. അപ്പം ഇങ്ങനെ നമുക്കൊരു എന്താ പറയാ, ഒരു ആഗ്രഹവും വേണ്ട, ഒരു ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മളൊരു സൈലന്റ് ആയിരിക്കുന്ന വ്യക്തികൾ. സങ്കടവും ഇല്ല, സന്തോഷവും ഇല്ല, എന്നാൽ നമ്മുടെ മുഖത്ത് എന്നും ചിരിയില്ല. സങ്കടങ്ങൾ വരുമ്പോൾ തളർന്നു പോകാനും സന്തോഷങ്ങൾ വരുമ്പോൾ ആർത്തട്ടഹസിക്കാനും നമുക്കൊരു അവകാശവും ഇല്ല. നമ്മൾ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്ന വ്യക്തികളെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ടാവുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത്. കാരണം എന്താ? അത് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ അത് ജീവാത്മാക്കളാണ്. ആ ജീവാത്മാക്കൾക്ക് വേണ്ട സേവനങ്ങളും ചെയ്ത്, അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട്, അവരെ സഹായിച്ച്, ഭക്ഷണവും വെള്ളവും കൊടുത്ത്, സമാധാനിപ്പിച്ച്, സന്തോഷിപ്പിച്ച്, നല്ല വാക്ക് പറഞ്ഞ്, ഭഗവാനിലേക്ക് അടുപ്പിച്ച്, അങ്ങനെ 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 നമ്മൾ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അതീന്ദ്രിയ ജ്ഞാനം. അങ്ങനെയുള്ളവരെ ഭഗവാൻ എന്താ ചെയ്യാന്ന് പറയും? ഭഗവാനിലേക്ക് കൂടുതൽ 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 അടുപ്പിക്കും. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായി പുറത്തു വരുന്നത്. ആ വാക്കുകളാണ് പ്രവൃത്തികളായി മാറുന്നത്. അതിന്റെ ഫലമാണ് കർമ്മം എന്ന് പറയുന്നത്. അത് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലത് ലഭിക്കും, ചീത്തയാണെങ്കിൽ നമുക്ക് ചീത്ത ലഭിക്കും. അപ്പൊ ആ കർമ്മഫലങ്ങൾ നന്നാവാനാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മഫലം നന്നാവണമെങ്കിൽ ചിന്ത നന്നാവണം. ചിന്ത നന്നായാൽ വാക്ക് നന്നായി, വാക്ക് നന്നായാൽ പ്രവൃത്തി നന്നായി, പ്രവൃത്തി നന്നായാൽ കർമ്മം നന്നായി. ആ ചിന്ത നന്നാവണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം നന്നാവണം. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊന്നും ഇല്ലാതെ, എന്താ ചെയ്യുക, ചായയും കാപ്പിയും ഒന്നും ഇല്ലാതെ, മാംസമില്ലാതെ നമ്മൾ സ്മൂത്തായിട്ട് പോവുക. നമ്മൾ ഒരിക്കലും ക്ഷിപ്രകോപികളായി മാറേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമേ നമുക്കില്ല. നമ്മൾ എന്തിനാണ് ക്ഷിപ്രകോപികളാവുന്നത്? നമ്മൾ സ്മൂത്തായിട്ട് പോവുക. ദേഷ്യം എന്ന് പറയുന്ന വികാരം ആസുരീക മനോഭാവമാണ്. അത് പാടില്ല. ദേഷ്യവും സങ്കടവും ഒന്നും വേണ്ട. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്നത് എന്തും കൃഷ്ണന് വേണ്ടിയുള്ളതുകൊണ്ട് അയാളുടെ മനസ്സിൽ ദ്വന്ദ്ങ്ങളില്ല. കൃഷ്ണന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും കൃഷ്ണനുണ്ട്. അപ്പൊ കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു അഹങ്കാരവും ഇല്ല, ദേഷ്യവും ഇല്ല, വെറുപ്പും ഇല്ല, വിഷമവും ഇല്ല, ഒന്നുമില്ല. വീട്ടിലുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയാലും ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പ്രസാദമായി. അപ്പൊ ആ പ്രസാദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തിനാ ദേഷ്യം? എന്തോരം ജോലി ചെയ്താലും കുഴപ്പമില്ല. വീട്ടിൽ മോപ്പ് വെച്ച് തറ തുടയ്ക്കാൻ പറ്റില്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ അവിടെ തുടയ്ക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ തുടയ്ക്കുന്നു. ഭഗവാനെ എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണമെന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം മാത്രം ക്ലീൻ ചെയ്യാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല. ഭഗവാൻ നമ്മുടെ വീട്ടിലും ഇരിക്കുന്നുണ്ട്. വീട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്, ആത്മാവിന്റെ രൂപത്തിൽ. അപ്പൊ ആ വീട് വൃത്തിയാക്കുന്നതിനും നമുക്ക് പരാതിയില്ല. മനസ്സിലായില്ലേ? ആ വീട് വൃത്തിയാക്കുന്നതിലും നമുക്ക് പരാതിയില്ല. ഇപ്പോ എന്താ പറയാ, ഉയർന്ന ബ്രഹ്മചാരി, ഒരു ഭയങ്കര ഞാൻ പറയാം, ശ്രീല പ്രഭുപാജി. നമ്മളെല്ലാവരും, പ്രഭുപാജി ഇപ്പം കുറച്ച് മോശം പോയി എന്ന് കരുതാം, ഏറ്റവും താഴേക്ക് ഞാൻ പറയുന്നു, അദ്ദേഹം കുറച്ച് മോശം പോയി. നമ്മൾക്കത് കോരിയെടുക്കുന്നതിന് ഒരു പ്രയാസമില്ല. കാരണം നമ്മുടെ ആചാര്യനാണ്, ഗുരുവാണ്. അത് നമ്മുടെ എന്താ പറയാ, ജന്മപുണ്യമായിട്ട് നമ്മൾ കരുതും. എന്തുകൊണ്ടാ? കൃഷ്ണനുമായി അത്രയും ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്.
നമുക്കതിലൊരു വിഷമവും ഇല്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ അച്ഛനമ്മമാരായാലും ശരി, അമ്മായിയമ്മയായാലും ശരി, അമ്മായിയപ്പനായാലും ശരി, അത് ഞങ്ങളുടെ വേസ്റ്റ് എടുക്കുന്ന വണ്ടിയാ, പാട്ടുവണ്ടി. വേസ്റ്റ് എടുക്കുന്ന ആൾ വരുമ്പോൾ പാട്ട് വെച്ചിട്ടാണ് വരിക. പാട്ട് വെക്കാതെ വന്നാൽ അവിടെ ഗവൺമെന്റിൽ ഇൻഫോം ചെയ്യുക, ഹെൽത്തിൽ. പാട്ട് വെച്ച് വന്നാലേ ഞങ്ങൾക്കറിയുവേ കുപ്പ വണ്ടിക്കാരൻ വന്നു എന്ന്. പാട്ടിട്ടില്ലേ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. അപ്പോൾ ചില വീട്ടിൽ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ, അയ്യോ ഇവരെപ്പോൾ നോക്കിയാലും ബെഡിൽ തന്നെ മോഷൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശപിച്ചുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെയും സ്വന്തം അച്ഛനമ്മമാരെയും ഒക്കെ. അത് പാടില്ല. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? എന്താണോ ശീല പ്രഭുപാജിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിഷമം ഉണ്ടായാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, തുറന്ന മനസ്സോടെ നമ്മൾ ചെയ്യുമെങ്കിൽ ആ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ കാണണം. മനസ്സിലായില്ലേ? സാക്ഷാൽ കൃഷ്ണന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും അല്ലെ? ആ സ്നേഹ മനോഭാവത്തോടെ നമ്മൾ ഇവരെയും ട്രീറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മളുടെ ജീവിത വിജയം. അല്ലാതെ കുറേ പണം സമ്പാദിച്ച് വലിയ ജോലിയിൽ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നതല്ല ജീവിത വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഇവരെ, നമ്മുടെ അച്ഛനമ്മമാരെയും ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെയും അവരുടെ സഹോദരങ്ങളെയൊക്കെ ആ മനോഭാവത്തിൽ കാണുമ്പോഴാണ് ജീവിത വിജയം പൂർണ്ണമാകുന്നത്. അപ്പോഴും നാമം ജപിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. വെറുത്തുകൊണ്ട് അറച്ചുകൊണ്ട് ചെയ്യരുത്. തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഓക്കെ? അപ്പൊ നമ്മളെ മനസ്സ് ക്ലീൻ ആയി കഴിഞ്ഞാൽ എന്തായി? നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി പ്രാപിക്കും. നമുക്ക് വേണ്ടത് അതാണ്. ഈ ഒരു കെട്ടുപാടിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവുക, ഒന്ന് റിലീഫ് ആവുക. അതിനാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റാൻ പറയുന്നത്. ഓക്കെ? ഇനി 4-ാമത്തെ ശ്ലോകം. സാഖ്യയോഗൗ പൃഥക് ബാല പ്രവദന്തീന പണ്ഡിത ഏകമച്യാപസ്ഥിത സമ്യ ഗുബോയോർ വിന്ദതേ ഫലം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഭക്തിയുത സേവനം, അതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുന്ന സേവനത്തെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് സ്പീഡായിട്ട് പോണ്ട, നമുക്ക് ഓരോരോ ലൈനായിട്ട് പോയാൽ മതി. സാരില്ല സദ്യമാതാജി, പിന്നെ കണ്ടാൽ മതി. എന്താ പറയുക, സ്പീഡായിട്ട് നമുക്ക് പോണ്ട. നമുക്ക് പയ്യെ മനസ്സിലാക്കി നിർത്തി പോയാൽ മതി. വേഗം തീർക്കണം എന്ന് പറഞ്ഞു പോയാൽ നമ്മൾ പഠിക്കുന്നത് മറ്റൊന്നല്ല, ഗീതയാണ്. സമാധാനത്തിൽ പഠിച്ചു പോയാൽ മതി. അതുപോലെ നമുക്ക് അങ്ങനെ പഠിച്ചു പോകുമ്പോഴാണ് അത് മനസ്സിരുത്തി നമ്മൾ പഠിക്കുന്നത്, അല്ലാണ്ട് പഠിക്കുന്നത് വേസ്റ്റാണ്. അപ്പോൾ ഭക്തിയുത സേവനം, പിന്നെ കണ്ടോളൂ അമ്മേ, കർമ്മയോഗം എന്ന് പറയുന്ന അതിനാണ്. പ്രപഞ്ചത്തെ, ഈ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠനം, ഈ ലോകം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പഠനത്തെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. ശ്രീല പ്രഭുപാജി അങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. സാഖ്യയോഗം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ശ്രീല പ്രഭുപാജി എഴുതിയിട്ടുണ്ട്. വളരെ നല്ല പുസ്തകമാണ്. വളരെ നല്ല പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ നല്ല പുസ്തകം. ആ സാഖ്യയോഗം നമ്മൾ വായിക്കണം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ അയച്ചു തരാം. 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ആ പുസ്തകമൊക്കെ വാങ്ങി വെക്കണം. എന്തോ 100 120 അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ ആ പുസ്തകത്തിന്. അത് വാങ്ങി വെക്കണം നമ്മൾ കയ്യിൽ. സാഖ്യയോഗം നല്ല പുസ്തകമാണത്. ദിവ്യ നമ്മുടെ സാഖ്യയോഗം എന്ന് പറയുന്ന പുസ്തകം ഉണ്ട് അവിടെ, ശ്രീല പ്രഭുപാജിയുടെ ഭാഗവതം എടുത്തിട്ടുണ്ട്. നല്ല പുസ്തകമാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം. ഈ പ്രപഞ്ചം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവാണ് നമുക്ക് അതിൽ നിന്ന് തരുന്നത്. മനസ്സിലായില്ലേ? ഞാനിതൊക്കെ പറയണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രീല പ്രഭുപാജി കുറെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആളുകൾക്ക് അറിഞ്ഞൂടാ. ആകെ അറിയുന്നത് ഗീത അറിയാം, ഭാഗവതം അറിയാം, അല്ലാണ്ട് വേറെ ഒന്നും അറിഞ്ഞൂടാ. ഇതൊക്കെ നമ്മൾ വാങ്ങി വെക്കണം. സമയം കിട്ടുമ്പോൾ വായിക്കണം. വാങ്ങി ഒട്ടനെ വായിച്ചൊന്നും തീർക്കണ്ട. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, മനസ്സൊന്ന് പെടയുമ്പോൾ, അല്ലെങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരാത്ത സമയങ്ങൾ, ഒരു യാത്രകളിൽ ഒക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നല്ല അറിവുകൾ കിട്ടും. അപ്പോൾ ഈ സാഖ്യയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്. മനസ്സിലായില്ലേ? അജ്ഞാനികളാണ്. ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ആ ഒരു പഠനം, അത് എന്താണ്? ഭക്തിയുത സേവനം. അതായത് നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങള് പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്, അറിവില്ലാത്തവരാണ് അതിനെയൊക്കെ താഴ്ത്തി പറയുന്നത്. ഗിരീഷ് പ്രഭു.
ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്കൊരറിവ് ലഭിച്ചാൽ രണ്ടിൻ്റെയും ഫലം കിട്ടും. ഒന്നെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഭക്തിയുത സേവനം കർമ്മയോഗം എന്താണെന്ന് പഠിക്കുക. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? ഇതാണ് സാഖ്യയോഗം. കണ്ടോ, ഈ സാഖ്യയോഗം എന്ന് പറയുന്ന പുസ്തകം ഇതിന്റെ ഇത് തന്നെ നോക്കൂ. ഈ സാഖ്യയോഗം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ ശ്രീല പ്രഭുപാജി തന്നിരിക്കുന്ന ഒരുപാട് അറിവുകൾ, ശ്രീല പ്രഭുപാജിക്ക് കൃഷ്ണൻ നേരിട്ട് പറഞ്ഞു കൊടുത്ത അറിവുകളാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളായി അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്താവുന്നറിയോ? ഒന്നുകിൽ നമുക്ക് എന്തായി, ഒന്നുകിൽ സാഖ്യയോഗം പഠിക്കാം. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭക്തിയുത സേവനം, ഇത് രണ്ടും പഠിക്കുന്നതിനേക്കാളും ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ പഠിച്ചാൽ രണ്ടിന്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാജി സാഖ്യയോഗത്തിലൂടെ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. സനാതന ലോകത്തിലെത്തി ഭഗവാനുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ആനന്ദ അനുഭൂതി ഉണ്ടാകുന്നത്. ഈ പരമപദം പ്രാപിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും. തന്നെയാണ് നമ്മളിപ്പോൾ ഗീതയിലും പഠിച്ചത്. എന്നാൽ ഈ പദം എങ്ങനെ പ്രാപിക്കാം, എങ്ങനെ ഭഗവാന്റെ പാദത്തിലേക്ക് എത്താമെന്ന് കൃഷ്ണനെ അറിയേണ്ട താമസമേ ഉള്ളൂ. എന്തിന് അദ്ദേഹം വരുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ രൂപം എന്താണ്, കൃഷ്ണനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പഠിപ്പിക്കുകയാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചാൽ നമുക്ക് ജീവിത വിജയം നേടാം. നമ്മിൽ കാമലോഭങ്ങൾ നിൽക്കുന്ന കാലം വരെ നമുക്ക് ഈ അറിവ് ലഭിക്കില്ല. വിമലീകരണ പ്രക്രിയയാണ് ഭക്തിയോഗം. നമ്മളും ഭക്തിയോഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെ? അതിലൂടെ കാമലോഭങ്ങളിൽ നിന്ന് മോചനം നേടാം. ഒപ്പം രജസ്തമോ ഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടാം. ഭക്തി ഉപാസനയിൽ ഏർപ്പെടുന്ന നിമിഷം മുതൽ ഈ പറഞ്ഞ ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഭഗവാനെ സമീപിക്കുന്ന കാര്യത്തിൽ നമുക്ക് വൈദഗ്ധ്യമില്ലാത്തതിനാൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഭക്തിയോഗത്തിന്റെ തത്വങ്ങൾ പൂർണ്ണമായും അനുസരിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചേ പറ്റൂ. കുറെ കഴിയുമ്പോൾ അവൻ അതെല്ലാം പരിചയമാകും, അല്ലേ? പിന്നെ അവനെ ആരും പഠിപ്പിക്കേണ്ടി വരില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃത്യസമയത്ത് സ്കൂളിൽ വരാനും തൻ്റെ യഥാർത്ഥ സ്ഥാനത്തിരിക്കാനും ഏതൊക്കെ സമയത്തിനനുസരിച്ച് പാഠങ്ങൾ പഠിക്കണമെന്ന് അവന് പരിചയമാകും. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലും ഒരുപാട് ചട്ടങ്ങളുണ്ട്. പ്രഭാത മംഗള ആരതിക്ക് ഹാജരാവുന്ന രീതിയിൽ എഴുന്നേൽക്കണം. 108 മണികളുള്ള 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങി ഭക്തിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ഈ വിധത്തിൽ നമ്മൾ കൃഷ്ണസേവയിൽ തൽപരരായി ക്രമേണ ഭക്തിയോഗത്തിന്റെ ശാസ്ത്രത്തിൽ വന്നു കഴിയും. ഈ ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആത്മസാക്ഷാത്കാരം ലഭിക്കും. എത്ര മനോഹരമായ പുസ്തകമാണ് സാഖ്യയോഗം. വളരെ മനോഹരമാണ്. ദേവഹൂതി അതീന്ദ്രിയ ജ്ഞാനം ആഗ്രഹിക്കുന്നു. എത്ര മനോഹരമാണെന്നറിയോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഇതൊന്ന് വായിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ ഈശ്വരന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നത് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെയുള്ള പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്, അല്ലാതെ മൊബൈലിലെ റീൽസിന് നമ്മൾ സമയം കൊടുക്കരുത്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ശ്രീല പ്രഭുപാജി എഴുതിയെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വാങ്ങുക, വായിക്കുക, സൂക്ഷിക്കുക. അതുവഴി ഭക്തിയോഗത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വരും. ക്ലിയർ? അപ്പോ നമ്മുടെ സാഖ്യത്തിന്റെ പ്രപഞ്ചത്തെ വിശകലനം ചെയ്ത് പഠിക്കുന്നതിന്റെ, അതായത് ഈ പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഭൗതിക ലോകത്തിന്റെ ആത്മാവ് എല്ലാവരും നിവർന്നിരിക്കട്ടെ, ഇരിക്കുന്നവർ എല്ലാവരും നിവർന്നിരിക്കും. ഭൗതിക ലോകത്തിന്റെ ആത്മാവ് വിഷ്ണു അഥവാ പരമാത്മാവാണ്. ഈ ലോകത്തിന്റെ ആത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം ഉള്ളിലൊരു ആത്മാവുണ്ട്, അല്ലെ? പക്ഷെ ഈ ലോകത്തിന്റെ ആത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ വിഷ്ണു അല്ലെങ്കിൽ പരമാത്മാവാണ്. ഭക്തിയുത ഭഗവത് സേവനം
പരമാത്മാവിന്റെ സേവനത്തെ അനിവാര്യമാക്കി തീർത്തിരിക്കുന്നു. എന്താണ്? ഭക്തിയുത ഭഗവത് സേവനം. ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ സേവിക്കുമ്പോൾ പരമാത്മാവിന്റെ സേവനമായിട്ടാണ് അത് മാറുന്നത്. ഒന്ന് മരത്തിന്റെ വേരന്വേഷിക്കുന്നു, മറ്റേത് വേര് നനയ്ക്കുന്നു. ഭക്തിയുത സേവനമായിട്ട് പോകുമ്പോൾ നമ്മൾ മരത്തിന്റെ വേരിങ്ങനെ അന്വേഷിക്കുകയാണ്. ഈ വാട്സപ്പിൽ ഇട്ടാൽ മതി രാജീവ് പ്രഭു, ഞാൻ അയച്ചുതരാം. മഞ്ജരീസിന്റെ വാട്സപ്പിൽ ഇട്ടു, നല്ല പുസ്തകമാണ്. അപ്പോൾ മരത്തിന്റെ വേര് അന്വേഷിക്കുകയാണ്. എവിടെ ഈ മരത്തിന്റെ വേര് തുടങ്ങുന്നു എന്ന് അന്വേഷിക്കുന്നത് പോലെയാണ് ഭക്തിയുത സേവനം ചെയ്യുന്നത്. മറ്റേതോ ഈ സാഖ്യയോഗോ മരത്തിന്റെ വേരിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ്. രണ്ടും ആ മരത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഈ രണ്ട് കാര്യങ്ങളും. സാഖ്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അറിയുന്ന സിദ്ധാന്തം. ഭഗവത്ഗീതയിലൂടെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ സാഖ്യ സിദ്ധാന്തത്തിന്റെ അർത്ഥം എന്താണെന്ന്? ഭഗവത്ഗീത കാലാകാലം കേട്ടത് മുഴുവൻ എന്താണ്? ഈ വയസ്സുവരേക്കും കേട്ടത് എന്താണ് ഭഗവത്ഗീതയിലൂടെ? അർജുന ഉവാച, ഭഗവാൻ ഉവാച, സഞ്ജയ് ഉവാച, ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവരുടെ ശ്ലോകം, അവർ പറയുന്ന കാര്യങ്ങൾ, യുദ്ധത്തെ പറ്റി. അല്ലാതെ ഡീപ്പായിട്ട് ഇതുപോലെ നമ്മൾക്ക് ഓരോരോ അക്ഷരങ്ങൾ എടുത്ത് നമുക്ക് എവിടെയെങ്കിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ ഗീത? ഇല്ല. പക്ഷെ നിങ്ങളോട് ഭഗവാൻ ഏറെ പ്രിയം പുലർത്തുന്നത് കൊണ്ടാണ് എനിക്കിത് ഇതുപോലെ പറയാനുള്ള ഒരു അവസരം, ഒരു ജോലി ഭഗവാൻ തന്നത്. ഇനി ഒരിക്കലും നമ്മൾ മറക്കരുത്, സാഖ്യ സിദ്ധാന്തം എന്നാൽ എന്ത്? പ്രപഞ്ചത്തെ അറിയുന്ന പഠനം. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ പ്രപഞ്ചം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്ന പഠനത്തെയാണ് നമ്മൾ സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ സിദ്ധാന്തം പഠിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥി ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭൗതിക പ്രപഞ്ചത്തിന്റെ വേര് വിഷ്ണു ആണെന്ന് കണ്ടെത്തും. സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കുക എന്നാണ്. ആ പഠനം പഠിക്കുന്ന ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി, ഈ ഭൗതിക ലോകത്തിന്റെ വേര് എന്ന് പറയുന്നത് വിഷ്ണു ആണെന്നുള്ള ഒരറിവിലേക്ക് നമ്മൾ എത്തും. ആ പരിപൂർണമായിരിക്കുന്ന അറിവോടെ ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ഏർപ്പെടും. അതുകൊണ്ട് ഭക്തിയുത സേവനത്തിലും നമുക്ക് വ്യത്യാസമില്ല, സാഖ്യ സിദ്ധാന്തത്തിലും നമുക്ക് വ്യത്യാസമില്ല. ഭഗവാൻ, ഈ ലോകത്തിന്റെ വേര് ഭഗവാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കുന്ന അറിവിനെ സാഖ്യ സിദ്ധാന്തം എന്ന് പറയും. ആ സാഖ്യ സിദ്ധാന്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വിഷ്ണുവിനെ നമ്മൾ ആരാധിച്ചു തുടങ്ങും. ആ ആരാധനയാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഭക്തിയുത സേവനം, അതായത് കർമ്മയോഗവും വ്യത്യാസമില്ല, സാഖ്യയോഗവും വ്യത്യാസമില്ല. കർമ്മയോഗം, സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലൈവിലിരിക്കുന്ന ഒരാളും തോറ്റുപോവില്ല. ഏതെങ്കിലും ആചാര്യന്മാര് ഭാഗവതം എടുക്കുമ്പോൾ, ഗീത എടുക്കുമ്പോൾ ചോദിച്ചു, കർമ്മയോഗവും സാഖ്യയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ ശ്രീല പ്രഭുപാജി നമുക്കത് പഠിപ്പിച്ചു തന്നു അല്ലെ? കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനം, ഭക്തിയോടുകൂടി നമ്മൾ സേവനം അനുഷ്ഠിക്കുന്നു, ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നു, അതിനെ നമ്മൾ ഭക്തിയുത സേവനം എന്ന് പറയുന്നു. സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ തത്വം എന്താണ്, ഈ പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള വിദ്യാഭ്യാസം, അറിവ്, അതിനെയാണ് നമ്മൾ സാഖ്യയോഗം എന്ന് പറയുന്നത്. സാഖ്യയോഗം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കർമ്മയോഗം ദൂരെയല്ല, കർമ്മയോഗം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് സാഖ്യയോഗം ദൂരെയല്ല. കാരണം എന്താ? രണ്ടിന്റെയും അടിസ്ഥാനം എന്താണ്? വേരെന്താണ്? വിഷ്ണുവാണ്. ആ വിഷ്ണുവാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ വേര് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷ്ണുവിനെ നമ്മൾ ആരാധിക്കും. അതെന്താ? ആ ആരാധന എന്തായി? ഭക്തിയോഗമായി, ഭക്തിയുത സേവനമായി. അതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. ആ കർമ്മയോഗം ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനാണെന്നുള്ള നമ്മുടെ അന്വേഷണം, അതിനെയാണ് നമ്മൾ സാഖ്യയോഗം എന്ന് പറയുന്നത്. രണ്ടും രണ്ടല്ല. ക്ലിയർ? രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെ. എന്താണ്? വിഷ്ണു. സാഖ്യയോഗത്തിന്റെയും കർമ്മയോഗത്തിന്റെയും ലക്ഷ്യം എന്താണ്? വിഷ്ണു. അപ്പൊ രണ്ടും രണ്ടല്ല. ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് അറിയാത്തവർ ഈ രണ്ട് കാര്യത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം ഇങ്ങനെ വരും. ഇത് കർമ്മയോഗം, ഇത് സാഖ്യയോഗം, രണ്ടും വന്ന് നിൽക്കുന്നത് ഒന്നില്, വിഷ്ണുവിൽ. ഇത് രണ്ടും രണ്ടായിട്ട് കാണുന്നവരും ഈ രണ്ടെണ്ണത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കാത്തവരും പറയുന്നു സാഖ്യവും കർമ്മവും രണ്ടാണെന്ന്.
അത് മനസ്സിലാക്കാത്തവരാണ് പറയുന്നത് സാഖ്യയോഗവും കർമ്മയോഗവും രണ്ടും രണ്ടാണെന്ന്. ഈ വ്യത്യസ്തമായിരിക്കുന്ന രണ്ട് പദ്ധതികളുടെയും ലക്ഷ്യം ഒന്നാണെന്ന് വിവരമുള്ളവർക്കറിയാം. മനസ്സിലായില്ലേ? ഈ രണ്ടെണ്ണത്തിന്റെയും ലക്ഷ്യം ഒന്നാണെന്ന് വിവരമുള്ളവർക്കറിയാം. അല്ലാത്തവർ രണ്ടും രണ്ടായിട്ട് പറയും. ഇഷ്ടായോ? 4-ാമത്തെ ശ്ലോകം മനസ്സിലായോ? ദിവ്യ, 4-ാമത്തെ ശ്ലോകം മനസ്സിലായോ? ആയോ ഇല്ലേ? ഇഷ്ടപ്പെട്ടു? റിവ്യൂ തരൂ, റിപ്ലൈ തരൂ, ഇല്ലേ ഞാൻ മിണ്ടാണ്ടിരിക്കൂട്ടോ. യത്സാഖ്യൈ പ്രാപത്യേ സ്ഥാനം തതോ ഗൈരവിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ചയ പശ്യതി സ പശ്യതി. 5-ാമത്തെ ശ്ലോകം. ദിവ്യ, ഈ പെണ്ണത് എവിടെ പോയി? മനസ്സിലായില്ല? ഇനി 5-ാമത്തെ ശ്ലോകം. എന്താണ് 5-ാമത്തെ ശ്ലോകം? വിശകലനത്തിനധിഷ്ഠിതമായിരിക്കുന്ന വിശകലനത്തിന്, അതായത് നമ്മള് ഒന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ, വിശകലനം എന്ന് പറഞ്ഞാൽ ഒന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ ആ ഒരു മനസ്സ്, അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്ന പഠനം കൊണ്ട് നമ്മൾ, അതായത് ശരിക്കും നമ്മളിങ്ങനെ ചിന്തിച്ചു മനസ്സിലാക്കി അന്വേഷിച്ചു പഠിക്കുന്ന ആ ഒരു പഠനം കൊണ്ട് ഭക്തിയുത സേവനം നമുക്ക് നേടാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോ വിശകലനം ചെയ്ത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുന്ന പഠനം കൊണ്ട് പ്രാപിക്കുന്ന, നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്ഥാനം എന്താണ്? ഭഗവാനുമായിട്ടുള്ള ഒരു വലിയ അടുപ്പമാണ്. നമ്മൾ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്തായി? ആ ഒരു ബന്ധം നമുക്ക് കിട്ടും. നല്ല വൃത്തിയായിട്ട് എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് നമ്മളൊരു കറി ഉണ്ടാക്കിയാൽ എന്തായി? നല്ല രുചിയുള്ള കറിയായി. അതിൽ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോയാൽ നമ്മൾ പറയാം ഉപ്പ് ലേശം കുറവാ, എരിവ് പോരാ, പുളി കുറവാ. അപ്പോ പോയി കുളിക്ക്, പോയി കുളിക്ക്. അപ്പോ എന്തായി? ആ കുറവുകളില്ലാതെ നമ്മൾ പഠിക്കും അല്ലെ? ആ പഠിക്കുന്ന ആ ഒരു പഠനത്തിന്റെ സ്ഥാനം എന്താണ്? ഭക്തിയുത സേവനം കൊണ്ടും ഒക്കെ നമുക്ക് നേടാൻ പറ്റും. ആ പഠനത്തെയാണ് നമ്മൾ സാഖ്യയോഗം എന്ന് പറയുന്നത്. ആ ഭക്തിയുത സേവനത്തെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനെ കിട്ടും. അതുകൊണ്ട് നന്നായി പഠിച്ച് ഭക്തിയുത സേവനം എല്ലാം കൂടി മനസ്സിലാക്കി ഒരാള് ഭഗവാനെ അങ്ങ് തിരിച്ചറിയും, പക്കയായിട്ട് അങ്ങ് തിരിച്ചറിയും. സാഖ്യയോഗത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയും ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തത്വചിന്താപരമായിരിക്കുന്ന ഗവേഷണങ്ങളുടെ എല്ലാം നല്ല തത്വചിന്തയോടുകൂടി നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പരമ ലക്ഷ്യം നമ്മൾ കണ്ടെത്തലാണ്. കുറെ തിന്നുന്നു, ഉറങ്ങുന്നു, ഇരിക്കുന്നു, പോകുന്നു, വരുന്നു, അതിലൊന്നും ഒരർത്ഥവും ഇല്ല, ഒരർത്ഥവും ഇല്ല. ജീവിതത്തിന്റെ പരമ ലക്ഷ്യം നമ്മൾ കണ്ടെത്തണം. ആ ലക്ഷ്യം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവിതത്തിന്റെ ഉദ്ദേശം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ്. എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഇങ്ങനെ വന്ന് ജീവിച്ചിട്ട് എന്ത് ലഭിക്കാൻ? എവിടേക്കാ പോണത്? എവിടുന്നാ വരുന്നത്? മനസ്സിലായി? ആ ഒരു ചിന്ത നമുക്ക് എന്തായി? എന്ത് നമുക്ക് തരും? ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം തരും. ആ ആത്മബന്ധത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനെ അറിയും. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ചേച്ചിയൊക്കെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് കുഞ്ഞുണ്ണിയും പപ്പുവ കുളിക്കാത്ത. അപ്പൊ ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതെന്നറിയോ? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. കർമ്മയോഗത്തിലൂടെ, കർമ്മയോഗത്തെ ഭക്തിയുത സേവനം എന്ന് പറയുന്നു. സാഖ്യയോഗത്തിലൂടെ, സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് നേടാൻ നമ്മൾ ശ്രമിക്കുന്ന പഠനം. അപ്പോൾ കർമ്മയോഗത്തിലൂടെയും സാഖ്യയോഗത്തിലൂടെയും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പരമമായിരിക്കുന്ന ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ചറിയുന്ന ആ അവസ്ഥ എന്താണ്? ആത്മസാക്ഷാത്കാരം.
ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ആത്മസാക്ഷാത്കാരം? അല്ലെ, ആത്മാവിനെ തിരിച്ചറിയുന്ന ആ നിർവൃതി, ആ അവസ്ഥ, അതാണ് ആത്മസാക്ഷാത്കാരം. അതിന് രണ്ട് വഴിയുണ്ട്, കർമ്മയോഗവും സാഖ്യയോഗവും. അതിലേക്ക് എത്തിക്കുന്ന ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഈ രണ്ട് പദ്ധതികളുടെയും അന്തിമ നിർണയത്തിൽ, അവസാന തീരുമാനത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. കർമ്മയോഗത്തിലൂടേക്ക് പോയാലും ശരി, സാഖ്യയോഗത്തിലൂടേക്ക് പോയാലും ശരി, അരുൺ പ്രഭു, നമ്മൾ ഭഗവാനിലേക്കാണ് എത്തുന്നത്. അതിന് രണ്ടിനും വ്യത്യാസമൊന്നുമില്ല. സാഖ്യ സിദ്ധാന്തത്തെ, അതായത് ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള നമ്മുടെ ആ ഒരു പഠനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ഗവേഷണം, അന്വേഷണം, മനസ്സിലായില്ലേ? ജീവസത്ത ആ പരമാത്മാവിന്റെ അംശമാണ്. അതായത് നമ്മൾ ഈ രണ്ട് പദ്ധതികളെയും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഭഗവാനെ അന്വേഷിക്കുന്നത്. ഒന്നെങ്കിൽ കർമ്മയോഗത്തിലൂടെ അന്വേഷിക്കും. കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം എന്താണെന്നൊക്കെ പഠിപ്പിച്ചാണ്. ഒന്നെങ്കിൽ ഭക്തിയുത സേവനത്തിലൂടെ, കർമ്മയോഗത്തിലൂടെ നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ സാഖ്യയോഗത്തിലേക്ക് അന്വേഷിക്കും. ഈ രണ്ട് അന്വേഷണങ്ങളും നമ്മളെ എത്തിക്കുന്നത് എവിടെയാണ്? പരമാത്മാവിലേക്കാണ് എത്തിക്കുന്നത്. ഭൗതിക പ്രപഞ്ചത്തിൻ്റെതല്ല ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത്? ഒരു മായയാണ് എന്ന ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലേക്കായി. അതുകൊണ്ട് ജീവാത്മാവിന് ഭൗതിക പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്കറിയാൻ പറ്റും. ജീവാത്മാവിന് ഈ ലോകവുമായിട്ട് ജീവാത്മാവിന് ഒരു ബന്ധവും ഇല്ല. ജീവാത്മാവിന് ബന്ധമുള്ളത് പരമാത്മാവുമായിട്ടാണ് എന്ന ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ ഒരു അറിവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ അറിവാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈ ആത്മസാക്ഷാത്കാരമാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മളിങ്ങനെ ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ആ ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പരമാത്മാവിൻ്റെ അടുത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, ഓരോ ജന്മങ്ങളെടുത്തും കാത്തിരിക്കുന്നത്. അവന്റെ പ്രവൃത്തികൾക്ക് ഭഗവാനുമായി ബന്ധമുണ്ടായിരിക്കണം. അതായത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ആ എന്ത് പ്രവൃത്തിയായാലും ആ പ്രവൃത്തിക്ക് ഭഗവാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. അതായത് ധർമ്മം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കൃഷ്ണാവബോധത്തോടെ കർമ്മം ചെയ്യുമ്പോഴാണ് ജീവൻ തന്റെ സ്വരൂപാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്താണ്? കൃഷ്ണാവബോധത്തോടെ കർമ്മം ചെയ്യുമ്പോൾ, വെറുതെ കർമ്മം ചെയ്യുമ്പോൾ കാര്യമില്ല. കൃഷ്ണാവബോധത്തോടെ ഭഗവാനെ നന്നായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനമായി. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തായി? ജീവൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവൻ, ജീവാത്മാവ്, ഈ ഒരു ആത്മാവിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയാം. മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞേ ജീവൻ പോയില്ല. ജീവൻ വായയിലൂടെ പോയി, ജീവൻ കണ്ണിലൂടെ പോയി എന്നൊക്കെ പറയില്ലേ? ആ ഒരു ജീവൻ എന്താ എവിടെ എത്തുന്നത്? തൻ്റെ സ്വരൂപാവസ്ഥയിൽ, യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തും നമ്മൾ. എപ്പോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ. ഇത് നമുക്ക് പറ്റുന്ന അബദ്ധം എന്താ അറിയോ? നമുക്ക് ഒന്നിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്, നമ്മൾ എന്ത് ചെയ്തിട്ട് നെഗറ്റീവ്സ് കേൾക്കുന്നൊക്കെ എന്തുകൊണ്ടാ അറിയോ? ചെയ്യുന്ന പ്രവൃത്തികൾ കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയല്ല ചെയ്യുന്നത്. നമുക്കതിൽ നിന്ന് പൈസ കിട്ടണം, നമുക്കതിൽ നിന്ന് പേര് കിട്ടണം, സന്തോഷം കിട്ടണം, പ്രശസ്തി കിട്ടണം എന്നാലോചിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഭഗവാനുമായിട്ട് ബന്ധം വരാത്തത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം കൃഷ്ണാവബോധമായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും, ധാർമ്മികമായിരിക്കുന്ന കേട്ടോ, അധാർമിക പ്രവൃത്തിയല്ല, ധാർമ്മികമായിരിക്കുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്കതിലൊരു ആനന്ദം കിട്ടും, സന്തോഷം കിട്ടും. മനസ്സിലായില്ലേ? സാഖ്യത്തിൽ ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് ഭൗതികമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അതിലാദ്യം ചെയ്യേണ്ടത് ഈ ലോകവുമായിട്ടുള്ളൊരു ഡിസ്കണക്ഷൻ വേണം. ഈ ലോകം നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ഈ ലോകത്തെ ആഗ്രഹിച്ചിരുന്ന കാര്യമില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല വ്യക്തികളും പോയി, പലരും മരിച്ചുപോയി. അപ്പൊ ആ പോയവരൊക്കെ എവിടെ? അവരെവിടേക്ക് പോയി? ഇനി അവരെ കാണാനില്ല. ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചു നോക്കിക്കേ.
നല്ലോണം ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ എന്തായി, ഈ ലോകത്തിൽ എന്തോ ഒരു മാറ്റം നടക്കുന്നുണ്ട് അല്ലേ? എന്തോ ഒരു മാറ്റം നടക്കുന്നുണ്ട്. അവരിട്ടുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ, അവരുപയോഗിച്ച ആഭരണങ്ങൾ, അവര് പ്രിയപ്പെട്ടതായി ഇന്നലെ വരെ കൊണ്ടുനടന്ന മൊബൈലുകൾ, അവരുടെ ചെരുപ്പുകൾ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയത്. ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അവരെവിടേക്ക് പോയി? അവരെവിടേക്കോ പോയി. എന്തോ ഒരു മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ ശബ്ദം പോലും കേൾക്കാനില്ല. ലാസ്റ്റ് ടൈം അവരയച്ച ഓഡിയോ വരേക്കും ബാലൻസ് ആയി. പക്ഷെ ആ വ്യക്തി ഇന്ന് ഈ സമയത്തില്ല. ഒന്ന് ഡീപ്പായിട്ട് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെ കാലാകാലം ഈ ലോകം സംരക്ഷിക്കില്ല. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തെ നമ്മൾ ഒഴിവാക്കണം അല്ലേ? ഈ ലോകത്തെ നമ്മൾ ഒഴിവാക്കണം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോണം. അത് കുറച്ചുകൂടി നേരത്തെ ആയാലും എന്താ കുഴപ്പം? ഈ ലോകം നമ്മളുമായിട്ട് ഒരു വ്യക്തിബന്ധവും സൂക്ഷിക്കുന്നില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലും അല്ലെങ്കിൽ ആമസോൺ കാടുകളിലൊക്കെ പോകാൻ പറ്റുമോ? പോകുന്നവരുണ്ട്. എല്ലാ കാലവും അവിടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അമേരിക്ക എന്ന് പറയുന്ന സ്ഥലം കാണാതെ മരിച്ചുപോയ കുറേ ആൾക്കാരുണ്ട് അല്ലെ? അമേരിക്കയിൽ ഇരിക്കുന്നവർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം കാണാതെ മരിച്ചു പോയവരുണ്ട്. പിന്നെ എന്തോന്ന് ഈ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു? മുഴുവൻ കാണാൻ പറ്റാത്ത ഈ ലോകത്തിന്റെ ഇട്ടാവട്ടവും കണ്ട് നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അപ്പൊ ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കൈയൊഴിയും. അപ്പൊ ഈ ലോകത്തിന് നമ്മൾ എന്തിന് ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് പിടിക്കുന്നു? ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകാനുള്ളവരാണ്. നമ്മളൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേഷൻ വന്നാൽ നമ്മൾ ഇറങ്ങണം. ഇറങ്ങിക്കൊടുത്തേ പറ്റൂ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കിടന്നിട്ട്? ആ യാത്ര തുടരും. അതിൽ കുറെ ആൾക്കാരും ഉണ്ടാവും. ആ ട്രെയിനിൽ കുറെ ആൾക്കാരുണ്ടാവും. ആ യാത്ര തുടരും. 3-ാം തീയതിയാണ് കേട്ടോ ഏകാദശി. അപര ഏകാദശി 3-ാം തീയതി. 4-ാം തീയതി ഏകാദശിയുടെ പാരണ. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തുനിന്ന് പോണം. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഭഗവാനെ അറിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ലോകത്തുമായിട്ട് നമുക്കൊരു ഡിസ്കണക്ഷൻ വേണം. ഈ ലോകത്തിലിരിക്കുന്ന ഒന്നിനോടും ഒരു ആസക്തി വേണ്ട. ഒന്നിനോടും വേണ്ട. ജന്മം നൽകിയ അച്ഛനും അമ്മയും ഒരു ദിവസം നമ്മളെ കളയും, അല്ലെങ്കിൽ അവര് നമ്മളെ വിട്ടിട്ട് പോകും. നമ്മൾ ജന്മം നൽകിയ മക്കൾ ഒന്നുകിൽ നമ്മളെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കും, വിട്ടിട്ട് പോകും. അതിനേക്കാൾ വലുത് എന്താണുള്ള ഈ ലോകത്ത്? അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. തിരശീലയിൽ നടനമാടിക്കൊണ്ടിരുന്ന പ്രേം നസീർ എന്തേ അപ്പോൾ നമുക്ക് എന്താ പറയാ, ഒരിക്കലും അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ ലോകത്തൊന്നുമില്ല. അപ്പൊ പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. ഞാൻ പറഞ്ഞേ, തിരശീലയിൽ എന്താ പറയാ, എന്താണ് പ്രേം നസീറിന് എന്താ പറയാറ്? നിത്യഹരിത നായകൻ. നിത്യഹരിത നായകനാന്ന് പറഞ്ഞിരുന്ന പ്രേം നസീർ പോലും ഒരു പിടി മണ്ണിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ സിനിമകൾ എന്നും ഓർമ്മകളായി. അത്രയുള്ളൊരു മനുഷ്യന്റെ അവസ്ഥ. എത്ര വലിയ പേരെടുത്താലും ഇവിടുന്ന് പോണം. SPB സാറ് പാട്ട് പഠിക്കാതെ പാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി. അങ്ങനെ എത്ര വലിയ ഉയരത്തിലിരിക്കുന്ന ഒരാളാണെങ്കിലും പോണം, പോയേ പറ്റൂ. ഓർമ്മകൾ ബാലൻസ് ആവും. പിന്നെ ലോകം അവരെ മറക്കും. അത്രേ ഉള്ളൂ ഈ ലോകം. ആ ലോകം വെട്ടിപ്പിടിക്കാൻ നമ്മൾ എന്തിനും ശ്രമിക്കണം? ബഹിരാകാശത്ത് പോയ കൽപ്പന ചൗള അടക്കം ബഹിരാകാശത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെക്കൻഡ്സുകളുടെ വ്യത്യാസത്തിൽ മരിച്ചുപോയി. ആ ലോകത്തെ എന്തിന് നമ്മൾ ഈ കിടന്ന് എന്താ പറയാ, ഒരു ദേഷ്യ മനോഭാവത്തോടെ, ഒരു അഹങ്കാര മനോഭാവത്തോടെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കണം? ഒരു കാര്യമില്ല.
അപ്പൊ ഈ ലോകത്തിൽ നിന്ന് നമ്മളൊന്ന് ഡിസ്കണക്റ്റ് ആവണം. ഭക്തിയോഗത്തിലാവട്ടെ കൃഷ്ണാവബോധ പ്രവർത്തനവുമായി ബന്ധം സ്ഥാപിക്കലും. കൃഷ്ണാവബോധ പ്രവർത്തനവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായാൽ, ഭഗവാനുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായാൽ, പിന്നെ ഈ ലോകത്ത് നമ്മളോട് ആരെന്ത് ചെയ്താലും നമുക്ക് സങ്കടമില്ല, വിഷമമില്ല, പരാതിയില്ല. നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന കൃഷ്ണനുമായിട്ടാണ്. അദ്ദേഹത്തെക്കാൾ വലിയൊരു ആത്മബന്ധം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഒരിക്കലും കൃഷ്ണൻ നമ്മളെ വേദനിപ്പിക്കില്ല, സങ്കടപ്പെടുത്തില്ല, ഒറ്റപ്പെടുത്തില്ല, തളർത്തില്ല, അപമാനിക്കില്ല, ഒന്നും ചെയ്യില്ല. നമ്മൾ ഈ വികാരങ്ങളെല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ കയ്യിലിരിപ്പോണ്ടാ. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമാണ് ഇതെല്ലാം. ഒരു പ്രക്രിയ, അതായത് ഒരു പ്രവൃത്തി വിരക്തിൻ്റെതും മറ്റേത് ആസക്തിൻ്റെയും ലക്ഷ്യമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും വാസ്തവത്തിൽ രണ്ടും ഒന്നാണ്. മനസ്സിലായില്ലേ? എന്താണ് ഒരു പ്രക്രിയ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വിരക്തിയുടെയും മറ്റേത് ആസക്തിയുടെയും, ഒന്ന് നമുക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറും. അയ്യോ എനിക്കത് ഇഷ്ടമേ അല്ല, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് മാറും. ഒന്നാണെങ്കിൽ അയ്യോ എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാം, എനിക്കത് വേണം. അപ്പൊ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതും നമ്മൾ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നതും രണ്ടും ഒരേ ഭാവമാണ്. ഇതിന്റെ നടുക്ക് നിൽക്കുകയാണ് നമ്മൾ കൃഷ്ണാവബോധത്തിൽ ചെയ്യേണ്ടത്. ഒഴിവാക്കിയാലും പ്രശ്നമില്ല, ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഇഷ്ടവുമില്ല, ദേഷ്യവുമില്ല. ഇതിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കേണ്ടത്. വിരക്തിയുടെയും ആസക്തിയുടെയും നടുക്ക് സ്ഥിതി ചെയ്താൽ എന്തായി? അത് കൃഷ്ണാവബോധമായി. മനസ്സിലാവുന്നുണ്ട്? രണ്ടിന്റെയും നടുക്ക് സ്ഥിതി ചെയ്യാൻ പഠിക്കണം. ഒരാൾ നമ്മളെ ഉപേക്ഷിച്ചാലും നമുക്ക് പ്രശ്നമില്ല, ഒരാളെ നമ്മൾ സ്നേഹിച്ചാലും നമുക്ക് പ്രശ്നമില്ല. രണ്ടിന്റെയും നടുക്ക്, അതാണ് കൃഷ്ണൻ. ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തി അത് നമുക്ക് എപ്പോഴും വേണം. ഈ ലോകത്തുള്ള ഒന്നും നമുക്ക് സന്തോഷം തരില്ല. ഇപ്പൊ ഒരു കാറ് വാങ്ങിച്ചു, കാറും തലയ്ക്ക് വെച്ചിട്ട് നമ്മൾ നടക്കുമോ? എന്തൊക്കെ പറഞ്ഞാൽ ആ കാറിനെ നമ്മൾ പുറത്തിട്ട് വെക്കും. വാങ്ങണം ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു കാർ മേടിക്കാം. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയ പിറ്റേ ദിവസം നമ്മൾ പുറത്തിറങ്ങി ആദ്യം ഉറങ്ങിണീറ്റ് വന്ന് വണ്ടിയായിരിക്കും നോക്കുക. ഒന്ന് വെറുതെ അതെടുത്ത് പിള്ളേരെയും കൊണ്ടൊരു പുറത്തൊരു 5 മിനിറ്റ് പുറത്തു പോയി, ഒന്ന് അമ്പലത്തിൽ പോയി, ഒന്ന് വാട്ടർ സർവീസിന് കൊടുത്ത്, പുതിയ വണ്ടി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പൊടി വന്നാൽ തുടച്ച്, അതേ വണ്ടി ഒരു 10 കൊല്ലം കഴിഞ്ഞാലോ എന്ന് പറഞ്ഞ് കൊണ്ട് അവിടെ ഇട്ടേക്കും. ചറ പറയുന്നു പറഞ്ഞ് അവിടെ കൊണ്ടിട്ടേക്കും. വല്ല മഴ പെയ്താൽ അതൊന്ന് ക്ലീൻ ആയെങ്കിലായി, ഇല്ലെങ്കിൽ കണക്കന്നെ. ആ അവസ്ഥയിലേക്ക് അവിടെ സ്ക്രാച്ച് ഇവിടെ സ്ക്രാച്ച്, അത് ശബ്ദം ഇവിടെ ശബ്ദം. വാങ്ങിയ പിറ്റേ ദിവസമുള്ള ആസക്തി നമുക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാവില്ല. കാലം അതിനെ പഴമയിലേക്ക് കൊണ്ടുപോയി. പഴയ വണ്ടികൾക്ക് ഡിമാൻഡ് കൂടുതലാണ്, എന്നാലും അല്ലേ? അപ്പൊ ഈ ഒരു ആസക്തി നമുക്ക് ഈ ലോകത്തൊന്നിനോടും വേണ്ട, വിരക്തിയാണ് വേണ്ടത്. പിന്നെയോ കൃഷ്ണനോടുള്ള ആസക്തി എന്ന് പറഞ്ഞാലോ, കൃഷ്ണൻ എന്നും ഇങ്ങനെ പുതുമയോടെ നിൽക്കുകയാണ്. ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെയും അതെ. ആ കൃഷ്ണനോടൊരു ആസക്തി ഉണ്ടായാൽ നമുക്ക് എന്തായി? നമ്മുടെ ജീവിതം എന്നും പുതുമയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പുതുമയുള്ളതായിക്കൊണ്ടേയിരിക്കും. കൃഷ്ണനോടുള്ള ആസക്തി ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് കാര്യങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പോൾ കൃഷ്ണനോടുള്ള ആ ഒരു ആസക്തി നമുക്ക് വരുമ്പോൾ എന്തായി? നമുക്ക് എന്നെന്നും നിലനിൽക്കാനുള്ള ആ ഒരു ആനന്ദം നമുക്ക് ലഭിക്കും. ആ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവും ജീവിതത്തിൽ, പ്രയാസപ്പെടേണ്ടി വരില്ല. ഇനി 6ാമത്തെ ശ്ലോകം. സന്യാംസസ്തു മഹാബാഹോ ദുഃഖമാപ്തു മയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ നച്ചിരണാധിഗച്ഛതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ത്യജിച്ചു എന്നായാലും നമ്മൾ ഉപേക്ഷിച്ചു എന്നായാലും ഭക്തിയുത ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചു, ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ സേവനം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടില്ല, ഒരു സന്തോഷവും നമുക്ക് കിട്ടില്ല.
എല്ലാം ഉപേക്ഷിച്ചാലും നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുക, അല്ലാണ്ട് സന്തോഷം കിട്ടില്ല. മനസ്സിലായില്ലേ? ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതായത് ഭഗവാന്റെ സേവനത്തിൽ നമ്മളിങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിന്താശാലിയായ ഒരു വ്യക്തി, അതായത് ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പാദത്തിൽ ലയിക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ വിഗ്രഹം നോക്കി അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഇങ്ങനെ നോക്കും. എപ്പോഴും മെസ്സേജ് നോക്കാൻ കഴിയില്ല ബിന്ദു മാതാജി, എനിക്ക് കഴുത്തിനും നടുവിനും കംപ്ലൈന്റ് ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് വന്നാൽ കുറച്ചായിട്ട് നോക്കും. മുമ്പത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി തീർക്കാൻ കഴിയില്ല. ഒരു 20 മെസ്സേജ് 25 മെസ്സേജ് ഒക്കെ ഒരു ദിവസം നോക്കും. അങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കി വരും. അങ്ങനെയാണ് മെസ്സേജ് നോക്കാറ്. അത്രേ പറ്റൂ എൻ്റെ ഹെൽത്ത് കൊണ്ട്. ഹെൽത്ത് സൂക്ഷിക്കണ്ടേ, അതുകൊണ്ട് എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വെച്ചോളൂ. 10 20 മെസ്സേജുകളായിട്ട് നോക്കി വരും. അപ്പോൾ നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാം ഉപേക്ഷിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ഏർപ്പെടണം. സേവനത്തിൽ ഏർപ്പെട്ടാലേ ഭഗവാന്റെ പാദത്തിലെത്തും. ഞാൻ എല്ലാം ഒഴിവാക്കി, ചായയില്ല, കാപ്പിയില്ല, ഉള്ളിയില്ല, വെളുത്തുള്ളിയില്ല, സവാളയില്ല, നോൺ വെജ് ഇല്ല എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഭഗവാന്റെ സേവനം ചെയ്യണം. അപ്പോഴേ നമുക്ക് ഭഗവാനുമായിട്ടൊരു അടുപ്പമുള്ളൂ. ഇല്ലെങ്കിൽ ഭഗവാനുമായിട്ട് നമുക്കൊരടുപ്പമില്ല. അതും മനസ്സിലാക്കണം. അങ്ങനെ അടുപ്പം വയ്ക്കുന്ന ആ ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഭഗവാന്റെ പാദത്തിലെത്താൻ പറ്റുക. അല്ലാണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ പാദത്തിലേക്ക് എത്താൻ കഴിയില്ല. സന്യാസികൾ 2 രീതിയിലുണ്ട്, 2 വിധത്തിലുള്ള സന്യാസികളുണ്ട്. സാഖ്യ സിദ്ധാന്ത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മായാവാദികളും ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവ സന്യാസികളും. 2 തരത്തിലുള്ള സന്യാസികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആരാണ്? മായാവാദികളായ സന്യാസികളുണ്ട്. അതായത് അവരൊരു അന്വേഷണത്തിലാണ്, സാഖ്യ സിദ്ധാന്ത പഠനത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അതുണ്ടാക്കാൻ അവരിങ്ങനെ അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും, പലതിനെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, പല വ്യക്തികളുടെ എക്സ്പീരിയൻസുകൾ കേൾക്കും. അവരൊരു അന്വേഷണത്തിലാണ്, അവർ യാത്രയിലാണ്. അങ്ങനെയുള്ള മായാവാദികളായ സന്യാസികളുണ്ട്. ഭാഗവത തത്വശാസ്ത്രം മാത്രം പഠിക്കുന്ന സന്യാസികളുണ്ട്. ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്ന സന്യാസികൾ എവിടെയുണ്ടെന്നറിയോ? ഇസ്കോണിന്റെ അകത്ത്. അവരവിടെ എപ്പോഴും ഭാഗവതം എടുക്കുന്നു, വായിക്കുന്നു, അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ക്ലാസ്സുകൾ കേൾക്കുന്നു. അങ്ങനെയുള്ള വൈഷ്ണവ സന്യാസികളുണ്ട്. മനസ്സിലായില്ല? ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്ന വൈഷ്ണവ സന്യാസികൾ, അവർ ഇസ്കോണിന്റെ അകത്തുള്ളവരാണ്. വേദാന്ത സൂത്രങ്ങളുടെ ശരിയായ ഭാഷ്യമാണ് ഭാഗവത തത്വശാസ്ത്രം. അതായത് വേദാന്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശരിയായ ഭാഷ, ശരിയായ രീതി, അതാണ് ഭാഗവത തത്വശാസ്ത്രം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭാഗവത തത്വശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേദാന്ത സൂത്രങ്ങളെ കുറിച്ചുള്ള അഗാധമായിരിക്കുന്ന അറിവ് നേടുന്ന അവസ്ഥ. മായാവാദികളും വേദാന്ത സൂത്രം പഠിക്കാറുണ്ട്, ഇല്ലാന്നല്ല. എന്നാൽ അവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവരത് സംസാരിക്കുന്നത്. അല്ലാതെ വേദാന്ത സൂത്രങ്ങളെ ഡെപ്തായി ഭാഗവതത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സംസാരിക്കില്ല. അവരവരുടേതായ രീതിയിൽ വളച്ചൊടിക്കും. അവർക്ക് പൂർണ്ണമായ ഒരു പരിജ്ഞാനം കിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ശാരീരിക ഭാഷ്യം എന്ന പേരിൽ ശ്രീ ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ളത് പാഞ്ചരാത്രിക. ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ള പാഞ്ചരാത്രിക, അങ്ങനെ ഒരു വിധിയുണ്ട്, പാഞ്ചരാത്രിക വിധി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നിബന്ധന രീതിയിലാണ് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആര്? ഇസ്കോണിന്റെ അകത്തുള്ള വൈഷ്ണവ സന്യാസികൾ. പാഞ്ചരാത്രി വിധി പ്രകാരം, അത് ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ള ഒരു ശാരീരിക ഭാഷ്യമാണത്, പാഞ്ചരാത്ര വിധി. ആ രീതിയിലാണ് ഇസ്കോണിന്റെ അകത്ത് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. അവിടെ ഭഗവാനെ കാണുന്നത് ഗോലോകത്തിലിരിക്കുന്ന പോലെയാണ്. ഠാക്കൂർജി രാജാവിനെ പോലെയാണ് കാണുന്നത്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ ഇസ്കോൺ വരേക്കും കെട്ടിവെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇസ്കോൺ ക്ഷേത്രങ്ങൾ നോക്കിയാൽ അവരെങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് എന്നറിയും.
വലിയൊരു ഹാളിലാണ് ഭഗവാന്റെ ആ ഒരു ശ്രീകോവിൽ പണിതിരിക്കുന്നത് അല്ലേ. വലിയ ഹാളിൽ, ഇസ്കോണിന്റെ ഏത് ടെമ്പിളിൽ വിസിറ്റ് ചെയ്താലും കാണാം, വലിയ ഹാളില് ശ്രീകോവിലിൽ ഭഗവാനെ ഇരുത്തിയിരിക്കുകയാണ്. നല്ല ശംഖൊക്കെ ഇങ്ങനെ നിന്ന് വിളിച്ച് ഭഗവാൻ ഇങ്ങനെ ഇതെന്താ പറയാ, വെഞ്ചാമരം കൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ വീശി അദ്ദേഹത്തിന് നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് രാജകീയമായ രീതിയിലാണ് അവിടെ ഭഗവാനെ ട്രീറ്റ് ചെയ്യുന്നത്. ഠാക്കൂർജി എന്ന് പറഞ്ഞത് നല്ല അലങ്കാരത്തോടു കൂടി അഷ്ടസഖിമാരെയൊക്കെ വെച്ച് ആ വലിയ ദർബാർ ഹാള് പോലത്തെ ആ ഹാളില്. എന്തുകൊണ്ടാണ്? അവര് പാഞ്ചരാത്രി വിധിപ്രകാരം ഭഗവാനെ രാജാവായി കാണുന്നു. എന്നാൽ നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ്? തത്വശാസ്ത്ര വിധിപ്രകാരം ശ്രീകോവിലിന്റെ അകത്ത് ഇടുങ്ങിയ അകത്താണ് ഭഗവാനെ എത്തിയിരിക്കുന്നത്. രണ്ടും രണ്ട് വിധിപ്രകാരമാണ്. മനസ്സിലായില്ലേ? രാജധാനി പോലെയാണ് ഇസ്കോൺ ചെയ്തിരിക്കുന്നത്. അവിടെ പാഞ്ചരാത്ര വിധിയാണ്. അതാണ് അങ്ങനെ ആ ടെമ്പിൾ കെട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതി, ആ രീതിയിൽ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ഭാഗവത വിഭാഗത്തിൽപ്പെട്ട വൈഷ്ണവ സന്യാസികൾ. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ദിവ്യമായിരിക്കുന്ന ഭഗവത് സേവന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന, ഭഗവത് സേവനപരമായിരിക്കുന്ന പല പല കാര്യങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ദിവ്യമായിരിക്കുന്ന ആ വൈഷ്ണവ സന്യാസികള് ദിവ്യമായിരിക്കുന്ന ഭഗവത് സേവനപരമായിരിക്കുന്ന പല പല കാര്യങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ഭൗതിക പ്രവർത്തനമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. അവരൊരു ഭൗതികമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കും പോവില്ല. ആ വൈഷ്ണവ സന്യാസികൾ അവരെപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു രീതിയിൽ തന്നെ നിൽക്കും. അവരത് വിട്ട് പുറത്തു വരൂല. കാരണം അവർ രാജകീയമായി ഭഗവാനെ ട്രീറ്റ് ചെയ്ത് ആ രാജകൊട്ടാരത്തിൽ തന്നെ ഭഗവാന്റെ സേവനവുമായിട്ട് അങ്ങനെ ഇരിക്കും. അവർ പുറത്തു വരൂല. എന്നാൽ സാഖ്യവേദാന്ത പഠനത്തിൽ, അതായത് ഈ ലോകത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഊഹാപോഹങ്ങളിൽ മുഴുകിയിരിക്കുന്ന കുറെ പേരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരെ വിളിക്കുന്നത് മായാവാദി സന്യാസികൾ എന്നാണ്. അവർക്കൊരിക്കലും ദിവ്യമായിരിക്കുന്ന ഭഗവാന്റെ സേവനം ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം വെച്ചാല് അവിടുത്തെ രാജാവ് അവരാണ്. അവരെയാണ് പ്രൊമോട്ട് ചെയ്യുക. അവർ ഭഗവാനെ അല്ല പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ അവർ പറയുന്നത് ഭഗവാനെ കുറിച്ചായിരിക്കും. പക്ഷെ അവരെയാണ് പ്രൊമോട്ട് ചെയ്യുക. അവര് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് അവരെ അങ്ങ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടക്കും. അല്ലാതെ അവർ ഭഗവാനെ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ പാഞ്ചരാത്രി വിധിപ്രകാരമുള്ള വൈഷ്ണവ സന്യാസികൾ എന്താണ്? അവരെ കുറിച്ച് ചിന്തിക്കേയില്ല. ഒരു വായക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഇങ്ങനെയായിരിക്കും അവർക്കൊരു പരാതിയില്ല, ഒരാഗ്രഹമില്ല, ഒന്നുമില്ല. അവരെ ലോകത്ത് ഇങ്ങനെ ഭഗവാനെ എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ അലങ്കരിക്കുക, ഭഗവാന് നേദ്യം വെക്കുക, ഭഗവത് സേവനം ചെയ്യുക, ഭക്തരെ 24 മണിക്കൂറും സേവിക്കുക. ഭഗവാൻ ഇരിക്കുന്ന ആ ഇസ്കോൺ ടെമ്പിളിന്റെ ചുറ്റുപാടുമുള്ള ആ ഇസ്കോൺ ടെമ്പിളിനെ നമുക്ക് ഭഗവാന്റെ രാജകൊട്ടാരമായി കരുതാം. ആ രാജകൊട്ടാരത്തിന് ചുറ്റുമുള്ള പൂന്തോട്ടങ്ങൾ ക്ലിയർ ആക്കുക, അവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആ ഒരു രാജകൊട്ടാരത്തിലുള്ള ഭഗവാന്റെയും ഭക്തരും ഭഗവാനും ഒക്കെ സേവിക്കുന്ന പാത്രങ്ങൾ കഴുകുക, കുക്കിംഗ് ചെയ്യുക. ഇതൊക്കെയാണ് ഇസ്കോണിന്റെ അകത്തുള്ള വൈഷ്ണവ സന്യാസികൾ പാഞ്ചരാത്രി വിധി പ്രകാരം ചെയ്യുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ വൈഷ്ണവ സന്യാസികൾ. എന്നാൽ ആ ഇസ്കോണിന്റെ പുറത്ത് വരുന്ന ആൾക്കാർ മായാവാദികളാണ്. അവരുടെ ലോകത്തെ രാജാവ് അവരാണ്. അവരെയാണ് പ്രൊമോട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ പഠന ഗവേഷണങ്ങൾ ക്ലേശകരമായതുകൊണ്ട് അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ അവരുടേതായ സ്വയം രീതിയിൽ പഠിച്ച് അവരെന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു. ചിലവര് ഗീത മാറ്റി എഴുതാൻ ശ്രമിക്കും. ശ്രീല പ്രഭുപാദി എഴുതി വെച്ച ഗീതയെ ഇനിയും വിപുലീകരിച്ച് സിമ്പിളാക്കി എഴുതാൻ ശ്രമിക്കും. അവരുടേതായ ഭാഷയിൽ അവർ പല പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് പേര് മാറ്റി എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരൊക്കെ എന്താ ഉണ്ടാവുക അറിയോ? ബ്രഹ്മതത്വ ഊഹാപോഹങ്ങളിൽ അവരങ്ങ് പെടും. മനസ്സിലായില്ലേ? പിന്നെ ക്ഷീണിച്ച് വയ്യാണ്ടായി 5 മിനിറ്റ് കൊണ്ട് നടന്നെത്തേണ്ട ദൂരത്തിലേക്ക് അവർ 500 മിനിറ്റ് കൊണ്ട് നടന്നെത്താൻ ശ്രമിക്കും. അങ്ങനെ പോയി ഒരർത്ഥവും ഇല്ലാത്ത ജീവിതമായി അവസാനം അവർ ഭാഗവതത്തെ ശരണം പ്രാപിക്കും. അയ്യോ ഒരു നിവൃത്തിയില്ലേ എന്നും പറഞ്ഞ് കുഴങ്ങി വന്ന് കിതച്ച് വീണ്
ഭാഗവതത്തിന്റെ മുമ്പിൽ അങ്ങ് അടിയറവ് പറയും. ആ സമയത്ത് അവർക്ക് ഭാഗവതവും മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഊഹാപോഹങ്ങളും കൃത്രിമങ്ങളായിരിക്കുന്ന വ്യക്തിശൂന്യ വ്യാഖ്യാനങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ഒരു ഗുണവും ചെയ്യാതെ പോകും. അവരെന്ത് പറഞ്ഞു എന്ന് അവർക്ക് തന്നെ അറിഞ്ഞു, അവരെന്ത് പ്രവർത്തിച്ചു എന്ന് അവർക്ക് തന്നെ അറിയാം. ഇന്നൊരു കാര്യത്തിൽ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, നാളെ വേറൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, പിന്നെ വേറൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ അവരുടെ താല്പര്യങ്ങൾ പല 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 കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സാരല്ലേ മാതാജി, സ്ഥിരമായി അവരൊന്നിലും ഉറച്ചു നിൽക്കില്ല. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നൊരു താല്പര്യം ഉണ്ടാവും, നാളെ വേറൊരു താല്പര്യം ഉണ്ടാവും, പിന്നെ വേറൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ പോവും അവരുടെ രീതി. അങ്ങനെ പോയി 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 അവസാനം അവർക്ക് ഒന്നും ഇല്ലാണ്ടാവും. ഭക്തിയുത സേവനത്തിലും ഒഴുകിയ വൈഷ്ണവ സന്യാസി എന്താ ചെയ്യുക? ആ സമയം കൊണ്ട് അവരുടെ ദിവ്യമായിരിക്കുന്ന ആ ഒരു ജോലി, ഭഗവാനെ സേവിക്കുക, ഭക്തരെ സേവിക്കുക എന്നുള്ള ജോലിയിൽ അവർ സന്തുഷ്ടരാണ്. അവർക്കൊരു പരാതിയില്ല. അവർ ഇസ്കോൺ എന്ന് പറയുന്ന രാജകൊട്ടാരത്തിന്റെ അകത്ത് അങ്ങനെ ഇരിക്കും. അവിടെ നിന്ന് അവർ പുറത്തു വരികയില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, അയ്യോ പാർലമെന്റിൽ ഒരു ജോലി ലഭിച്ച ജീവിതം സന്തുഷ്ടമായി അല്ലേ? ആർക്കെങ്കിലുമൊക്കെ പാർലമെന്റിലോ സെക്രട്ടേറിയറ്റിലൊക്കെ ഒരു ജോലി ലഭിക്കുക, ഗവൺമെന്റിൽ ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ആനന്ദം ഇല്ല. കാരണം എന്താ? ലൈഫ് സേഫായി. ശമ്പളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ പാർലമെന്റിൽ ആ ജോലി എന്ന് പറഞ്ഞ ഒരു വിലയുണ്ട്. അതേപോലെ ഇസ്കോൺ എന്ന് പറയുന്ന ഭഗവാന്റെ രാജകൊട്ടാരത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. അത് മനസ്സിലാക്കണം. അതാണ് ഇസ്കോണിന്റെ വ്യത്യാസം. ഒരു ഗാംഭീര്യമുണ്ട്. എവിടെയാ? ഇസ്കോണിലാ. ഒരു വിലയുണ്ട്, ഒരു ചങ്കൂറ്റമുണ്ട്. കാരണം എന്താ? ഇസ്കോൺ എന്ന് പറയുന്ന ഭഗവാന്റെ രാജകൊട്ടാരാണ്. ആ കൊട്ടാരത്തിൽ എന്താണ്? ആ കൊട്ടാരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മളുടെ ലൈഫ് ഒരു സേഫായി. മനസ്സിലായില്ല? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതം സേഫായി. കാരണം അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചങ്കൂറ്റമാണ്, ഒരു ഐഡന്റിഫിക്കേഷനാണ്. എവിടെയാ ജോലി ചെയ്യുന്നത്? ഭഗവാന്റെ കൊട്ടാരത്തിൽ. അപ്പോൾ ആ വൈഷ്ണവ സന്യാസികൾ ഒരിക്കലും പുറത്തു വരില്ല. അവരവിടെ തന്നെ നിൽക്കും. അവർ പുറത്തു വരാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? അവസാനത്തിൽ അത് കഴിഞ്ഞ് അവസാനമാകുമ്പോൾ ഭഗവത് സന്നിധിയിലേക്ക് എത്താമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അവിടെ തന്നെ ജീവിച്ച് 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 അവർ ഭഗവാന്റെ സന്നിധിയിലേക്ക് ലാസ്റ്റ് എത്തും. യഥാർത്ഥ ഗോലോകത്തിലേക്ക് അവരെത്തും. മായാവാദി സന്യാസികളാണെങ്കിലോ ചിലപ്പോ ആത്മസാക്ഷാത്കാരത്തിൽ ഇങ്ങനെ വേണമെന്നും പറഞ്ഞ് ആത്മസാക്ഷാത്കാരം വേണം അവരിങ്ങനെ വാതോരാതെ പറയും. മായാവാദികളായ സന്യാസികളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ നമ്മൾ എന്തിനാ ജീവിക്കുന്ന? ആത്മസാക്ഷാത്കാരം, ഭഗവാന്റെ സേവനം ചെയ്യണം, ഭഗവാന് വേണ്ടിയിട്ട്. ഈ അവർ ചെയ്യുന്ന എല്ലാ ഭൗതിക പ്രവർത്തനവും അവർ ഭഗവാന്റെ സേവനം എന്നാ പറയും. എന്ത് ചെയ്താലും അവർ പറയില്ല ഭഗവാന്റെ സേവനം എന്നാ പറയും. ഒരിക്കലും അവർ മറ്റൊന്ന് പറയില്ല. ഭഗവാന്റെ സേവനം, ഭഗവാന്റെ സേവനം, ഭഗവാന്റെ സേവനം, ഇതും പറഞ്ഞായിരിക്കും അവരെല്ലാം ചെയ്തു കൂട്ടുന്നത്. അവരവസാനം എന്താണ്? ഭൗതിക കൃത്യങ്ങളിലേക്ക് അവരേർപ്പെടും. അവരെന്ത് ചെയ്യുമ്പോഴും അവർ പറയും, മായാവാദികളായ സന്യാസിമാർ പറയില്ല, ഇത് ഭഗവാന്റെ സേവനം, ഭഗവാന് വേണ്ടി വാങ്ങുന്നു, ഭഗവാന് വേണ്ടി കൊടുക്കുന്നു, ഭഗവാന് വേണ്ടി ചെയ്യുന്നു. എന്നിട്ട് അവർ ഭൗതികമായിട്ട് ഇങ്ങനെ ഇരിക്കും, ആ രാജ്യത്തെ രാജാവായിട്ട്. അവ ഭൗതിക കർമ്മങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. മനസ്സിലായില്ലേ? ഭൗതിക കർമ്മങ്ങളല്ലാതെ അവർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല. നന്നായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രഹ്മം എന്തെന്നും അതല്ലാത്തതെന്തെന്നും ഊഹാപോഹങ്ങൾ നടത്തുന്ന സന്യാസികൾ എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇസ്കോണിന്റെ അകത്തിരിക്കുന്ന ഒരു സന്യാസിമാർക്കും ഭഗവാനെ സേവിക്കുക എന്നല്ലാതെ മറ്റൊരാഗ്രഹവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല. അവരുടെ ആഗ്രഹവും ലക്ഷ്യമൊക്കെ ഭഗവാനെ സേവിക്കണം. എന്നാൽ മായാവാദികളുടെ ലക്ഷ്യം എന്താ? മിണ്ടാണ്ടിരിക്കുക. എന്നിട്ടോ എന്ത് ചെയ്യാനും ഭഗവാന്റെ സേവനം, ഭഗവാന്റെ സേവനം എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും പ്രശസ്തി ഉയർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെ ഊഹാപോഹം നടത്തുന്നവരും കൃഷ്ണാവബോധത്തിൽ ചേരും. ഒട്ടേറെ ജന്മങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവർ കൃഷ്ണാവബോധത്തിൽ പൂർണ്ണമായിരിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കുറേ കാലം കഴിയുമ്പം അവരെന്തായി?
കൃഷ്ണാവബോധത്തിലേക്ക് വരും കുറേ ജന്മങ്ങൾക്ക് ശേഷം. കൃഷ്ണാവബോധത്തിലിരിക്കുന്ന ഒരു വൈഷ്ണവ സന്യാസി ഒരിക്കലും ദേഷ്യപ്പെടില്ല, ആഗ്രഹങ്ങളില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, പ്രതികരണമില്ല. അവർ ഇസ്കോണിന്റെ അകത്തിരുന്നിട്ട് ആ ഭക്തർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കും. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരത് സഹിക്കും, ഒരു പരാതിയില്ലാതെ സഹിക്കും. അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവരതങ്ങനെ സഹിച്ചു പോകും. മനസ്സിലാവുന്നു? ഓക്കെ, ബാക്കി നാളെ എടുക്കാം കേട്ടോ. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? മറുപടി വന്നില്ല. ഹാപ്പി അല്ലേ? മാക്സിമം ക്ലാസ് ഷെയർ ചെയ്തോ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഷെയറിങ് വളരെ കുറവായിരിക്കും. അപ്പം എനിക്കിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പറയാനല്ലേ പറ്റും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം ഞാനൊന്നും മുണ്ടില്ല. അത്രയായിരിക്കും ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് കരുതി അങ്ങനെ ഇരിക്കും. ഹാപ്പി, ഒരുപാട് സന്തോഷം. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. നല്ലവരായി, നല്ല മനസ്സോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, തികഞ്ഞ ഐശ്വര്യത്തോടെ, മറ്റ് വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്നും ഇന്നേ ദിവസം നിങ്ങൾക്ക് ആർക്കുമില്ലാതെ, എന്ത് വലിയ പ്രയാസങ്ങൾ വരാനുണ്ടെങ്കിലും ശരി, അതെല്ലാം വളരെ നേരിയ തോതിലുള്ള കർമ്മഫലങ്ങളായി മാറി ഭഗവാൻ സമാധാനവും സന്തോഷവും ശാന്തിയും ഐശ്വര്യവും എല്ലാം തരട്ടെ. ഇന്ന് അന്നദാനം ഉണ്ട് കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്തവരുടെ അന്നദാനമാണ്. ഇന്നിപ്പോൾ അന്നദാനത്തിൻ്റെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അന്നദാനം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് തരാം, വസ്ത്രദാനം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് തരാം. ഇത് വൈഷ്ണവ മാസമാണ്, തീരാൻ പോകണം 9-ാം തീയതിയോടുകൂടി. ഓക്കെ, പോട്ടെ എന്നാ, നാളെ കാണാം. സാധിച്ച രാത്രി വരാം. हरे कृष्णा, सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन प्रियशन की जय।